ജോയ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ മഹാനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ കർത്താവ് തക്ക സമയത്ത് മറുപടിയെ നൽകി തരുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടിവിയിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിനായി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ ഓക്കെ. ഞാൻ കർത്താവിന്റെ ദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഉള്ളത് 80% ബ്ലൈൻഡ്നെസ് ഉള്ള അന്ധതയുള്ളതായ ഒരു കർത്താവിന്റെ ദാസനാണ്. കഴിഞ്ഞ 53 വർഷക്കാലമായി അതേ അവസ്ഥയിലാണ് കർത്താവിന്റെ ദാസനായിരിക്കുന്നത്. എങ്കിലും കർത്താവിന്റെ വേലയിൽ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ദൈവത്തിന്റെ സാന്നിധ്യവും ഒക്കെ അനുഭവിച്ചറിഞ്ഞതും പ്രിയ കർത്താവിൻ്റെ ദാസന്റെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കാവുന്നതാണ്. അതോ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹമായി തീരട്ടെ. ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. പ്രിയ കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നടത്തിയ വിധങ്ങളും വഴികളും കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കരുതലും കർത്താവിൻ്റെ ആശ്വാസവും ഒക്കെ അനുഭവിച്ചത് ഹല്ലേലൂയ പ്രിയ ജനത്തോട് സംസാരിപ്പാനുള്ള എല്ലാ ദൈവകൃപയുടെ ദാസന്റെ മേൽ പരിശുദ്ധാത്മാവോടുന്ന കൽപ്പിച്ചാക്കുമാറാകണേ. വായോടും നാവോടും അങ്ങയുടെ ആത്മാവ് കൂടെ ഇരുന്നാട്ട് കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരട്ടെ. അങ്ങയുടെ നാമം ഇതിലൂടെ മഹിമപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ നമ്മളോടൊപ്പം ഇവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെയൊന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്താൽ അത് അനുഗ്രഹമായിരിക്കും. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പുറ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. പറവൂർ എന്ന സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട്? വീട്ടിലെ അമ്മയുണ്ട്, 2 സഹോദരിമാരിൽ ഒരാളെ വിവാഹം ചെയ്ത് ഒരാളുണ്ട്, എന്റെ ഭാര്യയുണ്ട്, കുട്ടികളായിട്ട്. ഓക്കെ. കർത്താവിന്റെ വേലയോടൊപ്പം ആയിരിക്കുന്നല്ലോ. അതെ, ഞാൻ ഇപ്പൊ കർത്താവിന്റെ വേലയിലാണ് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് ഇനിയും ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. വിപ്ലവ നാടാണല്ലോ പുന്നപ്പുറ എന്ന് പറയുന്നത്. അവിടെ കർത്താവിന്റെ ഒരു ധീരസാക്ഷിയായി അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ പ്രിയ കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആദ്യമായി തന്നെ ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു പാസ്റ്റർ. പാസ്റ്ററിന്റെ ജീവിതത്തിന്റെ അനുഭവം ദൈവദാസന് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു, വെൽക്കം. എന്റെ പേര് ഉണ്ണിയെന്നാണ്. അതുവഴി അരമ TV അതിന്റെ പ്രവർത്തകരായിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകം റിച്ച്ലാൻഡി കുടുംബാംഗങ്ങൾ, എന്റെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എന്റെ പേര് ഉണ്ണിയെന്നാണ്. സ്ഥലം ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പുറ എന്ന് പറയുന്ന സ്ഥലത്ത്, ചുരുക്കി പറഞ്ഞാൽ BS അച്യുതാനന്ദന്റെ വീടിന് സമീപമാണ്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഈ ജോയ്സ് TV എന്ന് പറയുന്ന ചാനല് ഇടയ്ക്കൊക്കെ വെച്ച് കേൾക്കാറും കാണാറുമുണ്ട്. എനിക്ക് കാഴ്ചക്കുറവുണ്ട്. 80% ബ്ലൈൻഡ്നെസ് ആണ്, 20% കാഴ്ചയുള്ളത്. ഒരാളുടെ മുഖം തിരിച്ചറിഞ്ഞു പറയാൻ പറ്റത്തില്ല. എനിക്ക് ഭാര്യ, കുട്ടികളായിട്ടില്ല, അമ്മയുണ്ട്. അമ്മയ്ക്ക് 96 വയസ്സുണ്ട്. അമ്മയ്ക്ക് 2 സഹോദരിമാരാണുള്ളത്. ഒരാളെ വിവാഹം ചെയ്തു, ഇനി ഒരാളുണ്ട്. പുള്ളിക്ക് ഒരു പ്രത്യേക കാരണത്താൽ വിവാഹം വേണ്ടാന്നുള്ള രീതിയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ആണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. ഇനി എൻ്റെ ജീവിത അനുഭവം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 വയസ്സിനും 4 വയസ്സിനും ഇടയിൽ ഉള്ള സമയത്താണ്
കാഴ്ചയില്ലായ്മയെ വീട്ടിലുള്ളവർക്ക് അനുഭവിക്കാനിടയായിരുന്നു. അത് നിമിത്തം സ്കൂൾ പഠനം തന്നെ ഒത്തിരി പ്രതികൂലങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ എല്ലാവിധമായ ഒരു കുടുംബത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ തകർച്ചയും വന്നൊരു കുടുംബമാണ്. എന്നാൽ അതിൻ്റെ ഒരു കാരണമുണ്ട്. എൻ്റെ പശ്ചാത്തലം പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അച്ഛൻ പേര് കാലേബ് എന്നാണ്. അമ്മയുടെ പേര് നവോമി എന്നാണ്. എൻ്റെ അമ്മയുടെ പേര് റൈച്ചൽ എന്നാണ് പള്ളിയിലെ പേര്. എന്നാൽ പിന്നീട് ഹിന്ദുവായ രീതിയിൽ വിവാഹം ചെയ്യേണ്ടി വന്നു. അങ്ങനെ തങ്കമ്മ എന്നുള്ള പേരിലാണ് ഇപ്പൊ അറിയപ്പെടുന്നതും. അപ്പൊ തന്നെ അത്യാവശ്യം സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മദ്യപാനം ഒരു കുടുംബത്തെ എങ്ങനെ തകർക്കുമെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞ ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. മദ്യപാന നിമിത്തം കുടുംബം തകർന്നു എന്നല്ല, തരിപ്പണമായി. വേദോത്സവത്തിൽ പറയുന്നത് പോലെ തന്നെ തകർന്നു തരിപ്പണമായതാണ്. വേദോത്സവത്തിൽ വാക്യമുണ്ടല്ലോ, സദൃശവാക്യം 23 അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്: ആർക്ക് സങ്കടം, ആർക്ക് കഷ്ടം, ആർക്ക് കലഹം, ആർക്ക് കഞ്ചോപ്പ്, ആർക്ക് അനാവശ്യ ഉറവുകൾ. 6 കാര്യം ഇവിടെ പറയുന്നുണ്ട്. അയ്യോ മദ്യപാനിക്ക് അത്രേ, അവന്റെ ഭവനം ഒപ്പക്കൊന്നാൾ തകർന്നു കൊണ്ടുവരുന്നു. എന്നാൽ ആ ഒരു അനുഭവം യഥാർത്ഥമായി ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചതാണ്. ഏകദേശം 1 ഏക്കറിന് മുകളിൽ 1 ഏക്കർ 28 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥലം 3 വശം റോഡാണ്. ഇന്ന് 7 ലക്ഷം 8 ലക്ഷം രൂപ സ്ഥലത്തിന് വിലയുണ്ട്. എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ട് ഇന്ന് അവശേഷിക്കുന്ന ഒരു 15-16 സെന്റ് സ്ഥലമുണ്ട്. അതും കുടുംബ സ്ഥലമായതുകൊണ്ട് ഓഹരിയൊന്നും ചെയ്യാതെ, സത്യത്തിൽ ഞങ്ങൾക്ക് സ്വന്തമായി സ്ഥലമില്ല, കുടുംബ സ്ഥലത്ത് താമസിക്കുന്നു. അപ്പൂപ്പൻ കാലേബ് എന്നാണ് എൻ്റെ പേര് ഞാൻ പറഞ്ഞത്. കാലേബ് എന്ന് പറഞ്ഞ അപ്പൂപ്പൻ, അമ്മമ്മ നവോമി, അമ്മയുടെ അച്ഛനും അമ്മയുമാണ്. അമ്മയുടെ പേര് വെച്ചിരുന്നു. അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ പേര് മറിയാമ്മ എന്നായി. അമ്മയുടെ ആളുടെ പേര് സക്രിയ എന്നാണ്. എന്നാൽ ഈ അപ്പൂപ്പൻ സ്വന്തമായി 2 തെങ്ങ് ആളെ വെച്ച് ചെത്തിച്ച് കള്ള്, വലിയ മൺകുടം, അതിന് മാട്ടമെന്നാണ് ഞങ്ങളുടെ ഇവിടെയുള്ള നാട്ടിൽ പറയുന്നത്, വലിയ മൺകുടത്തിൽ കള്ള് വെച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ആള് വരാൻ വേണ്ടി. അപ്പോൾ തന്നെ സ്വന്തമായ സ്ഥലത്ത് പള്ളി പണിത് പ്രാർത്ഥനയും നടക്കുന്നു. എന്നാൽ പള്ളി പണിത് പ്രാർത്ഥന നടന്നെങ്കിലും ഈ 2 തെങ്ങ് ചെത്തി ആളെ വെച്ച് കള്ള് വെച്ചിട്ട് വലിയ മീന് കറി വെച്ച് അവര് കുടിച്ചിട്ട് കൂട്ടുകാർ വരാൻ വേണ്ടി പ്രാർത്ഥിക്കും കുടിക്കാൻ. അങ്ങനെ കുടിച്ച് സകലതും നഷ്ടപ്പെട്ടു. ആ അവസ്ഥയില് അമ്മ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹിന്ദുവായി മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടയാള് സ്നേഹിച്ചുള്ള വിവാഹമായിരുന്നു. അങ്ങനെ വിവാഹം നടന്നു. അതിനർത്ഥം അമ്മയുടെ വീട്ടിൽ നിന്നോ അച്ഛന്റെ വീട്ടിൽ നിന്നോ യാതൊരുവിധ സഹായങ്ങളും എൻ്റെ ബാല്യത്തിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ തന്നെ അപ്പൂപ്പന്റെ ഈ മദ്യപാന നിമിത്തം കുടുംബം തകർന്നു. മദ്യപാനികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. സ്വന്തം കുടുംബം നോക്കിയില്ലെങ്കിലും നാട്ടുകാർക്കൊക്കെ ഒരു പ്രിയപ്പെട്ടവരായിരിക്കും. ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് സഹായം ചോദിച്ചാൽ കൊടുക്കുന്നതിന് മടിയും കാണത്തില്ല. അങ്ങനെ അപ്പൂപ്പന്റെ ഒരു കൂട്ടുകാരന് വേണ്ടി ഏകദേശം 40 സെന്റ് സ്ഥലം ഒരു ചിട്ടി നടത്തിയ ആളിന് ജാമ്യം, അത് നിമിത്തം 40 സെന്റ്. പിന്നീടുള്ളത് ഒരു 70 സെന്റ് ഏതോ സാമ്പത്തിക ആവശ്യത്തിന് ആരെയും സഹായിക്കാം കൊച്ചി കൊടുത്ത്. എന്നാൽ അന്നത്തെ കാലത്ത് കൊച്ചി ഒഴിപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, അന്ന് സർക്കാർ ഓഫീസുകളിൽ സാധാരണക്കാർക്ക് ജോലി ഇല്ലാത്ത അവസ്ഥയായതുകൊണ്ട് അന്ന് കരം പിരിക്കുന്നതും കര ഒടുക്കുന്നതും ഒക്കെ ആയിരോ നമ്പൂതിരിയോ ഒക്കെ ആയിരിക്കും. ആ അവസ്ഥയിൽ സ്ഥലത്തിന്റെ ഈ കൊച്ചുകൊടുത്ത ആള് തന്നെ കരക്കുടിശ്ശിക വരുത്തുകയും ശങ്കുപിള്ള എന്ന് പറയുന്ന ആള് കരക്കുടിശ്ശിക വരുത്തി
അപ്പൊ കരമടയ്ക്കാൻ കാശ് കൊടുക്കുകയും കൊടുക്കാതെ ആ സ്ഥലം ജപ്തിക്ക് വിധേയമായി. അങ്ങനെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഏകദേശം 1 ഏക്കറിന് മേശം സ്ഥലം നഷ്ടപ്പെടുകയും കുടുംബം ഇപ്പൊ നിലമുള്ള അതും കടത്തിലായി. ഒന്നും തിരികെ എടുക്കാൻ കഴിയാതെ എല്ലാം നഷ്ടപ്പെട്ടെന്ന സാഹചര്യത്തിൽ എന്റെ ചെറുപ്പകാല അമ്മയുടെ അച്ഛൻ്റെയും 2 വിഭാഗത്തിലുള്ള ആ 2 വിഭാഗത്തിൽപ്പെട്ടുള്ള വിവാഹം, അത് നിമിത്തമുണ്ടായ കുടുംബ പ്രശ്നം. ഇതിനിടയിൽ അമ്മയ്ക്കും വല്യമ്മയ്ക്കും ആങ്ങളിൽ നിന്ന് വർധന വയ്ക്കേണ്ടി വന്നു. അങ്ങനെ അവരും വല്ലാത്തൊരവസ്ഥയിൽ ആ സാഹചര്യത്തിൽ പഠിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടു. എന്നാൽ ചികിത്സയ്ക്ക് പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കെ അപ്പൂപ്പന് മരിച്ചു, അമ്മൂമ്മ മരിച്ചു. ഞാൻ എൻ്റെ കണ്ണാലെ അപ്പൂപ്പനെ അമ്മൂമ്മയും കണ്ടിട്ടില്ല. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തി മറിയാമ്മ എന്ന് പറയുന്ന, ഞാൻ വല്യമ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ വല്യമ്മയും 2013 മരിക്കാനിടയായി. ആ വല്യമ്മ പറഞ്ഞുള്ള അറിവാണ്. എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ വല്യമ്മയാണ് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ വല്യമ്മ പറഞ്ഞുള്ള അറിവാണ് അമ്മയുടെ ജ്യേഷ്ഠത്തി മറിയാമ്മ എന്ന് പറഞ്ഞ ആള്. ആ പറഞ്ഞ അറിവാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എൻ്റെ അപ്പൂപ്പനെ കുറിച്ചും അമ്മമ്മയെ കുറിച്ചൊക്കെ. ഞാൻ അപ്പൂപ്പനെ അമ്മമ്മയും കണ്ടിട്ടില്ല. എന്നാൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പഠനം കാഴ്ചയില്ലാത്തതുകൊണ്ട് പറ്റാതെ വന്നു. ഈ സാഹചര്യത്തിൽ അമ്മയെ 2ാമത് ഒരാൾ വിവാഹം ചെയ്തു. ആദ്യത്തെ എന്റെ അച്ഛൻ അമ്മ ഉപേക്ഷിച്ച് പോകാനിടയായി. ആ സാഹചര്യത്തിലാണ് അമ്മയെ 2ാം വിവാഹം ചെയ്ത്. ആ വിവാഹത്തിൽ 2 സഹോദരിമാരുള്ളത്. അച്ഛന് ജോലി ഉണ്ടായിരുന്നു. ഇന്നത്തെ പട്ടാളത്തിൽ നിന്ന് വന്നിട്ട് മുനിസിപ്പാലിറ്റിയിൽ, ആലപ്പുഴ മുനിസിപ്പാലിറ്റി ജോലിക്കാരനായിരുന്നു. അച്ഛന്റെ പേര്, എന്റെ അച്ഛന്റെ പേര് കൃഷ്ണനെന്ന. എന്നാൽ എന്റെ അമ്മയെ 2ാം വിവാഹം ചെയ്ത ആളുടെ പേര് ദേവൻ കർത്തയാണ്. അങ്ങനെ അച്ഛന് 2ാം അച്ഛന് മുനിസിപ്പാലിറ്റി ജോലിയോട് ബന്ധപ്പെട്ട് ആലപ്പുഴ ടൗണിൽ ചാത്തനാടെന്ന് പറഞ്ഞ പ്രദേശത്ത് താമസിക്കാനിടയാണ്. അവിടെ വെച്ച് 2ാം അച്ഛൻ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ ശ്രമം നടത്തി. എന്നാല് പഠിപ്പിക്കാൻ ശ്രമം നടത്തുമ്പോൾ നിലത്തെടുത്ത്, അല്ലെങ്കിൽ കുടിപ്പള്ളിക്കുളം, നമ്മുടെ പഴയ കാലത്ത് പറയുന്ന ആശാൻ പള്ളിക്കുളം, അവിടെ കൊണ്ടുവന്നു. അവിടെ അക്ഷരം എഴുതിക്കാൻ 3 വെച്ച് ഒരു പാക്കും 3-4 ഏരിയും ഒക്കെ ഒരു കിണ്ണത്തിലിട്ട് ഹിന്ദു രീതി അനുസരിച്ച് 2ാം വിവാഹം ചെയ്ത ആളും ഹിന്ദുവായിരുന്നു. ആ അച്ഛൻ ഹിന്ദുവായിരുന്നു മാത്രമല്ല, ഇപ്പൊ പൂജയും കാര്യവും ജ്യോതിഷവും മന്ത്രവാദവും ഒക്കെ ഉണ്ടായിരുന്നു. ആ ബേസില് ഹിന്ദു രീതിയിൽ തന്നെ അക്ഷരം എഴുതിക്കാൻ കൊണ്ടുപോയി. എന്നാൽ അക്ഷരം ഹരിയെന്ന 2 കഴിയുകയില്ല എന്ന് ആ ആശാൻ പുള്ളിക്കുളത്തിൽ നിന്ന് പറയാനിടയി. അതൊരു ആശാട്ടിയായിരുന്നു. അത് ഒരു രുദ്രാണി എന്നാണ്. ആ രുദ്രാണി എന്ന് പറഞ്ഞ ആ ആശാട്ടി എന്നെ കടലിൽ നിന്ന് പറഞ്ഞുവിടുവാനിടയായി. ഏതാണ്ട് ഒരു 6-7 ദിവസമേ ഞാൻ അവിടെ പോയിട്ടുള്ളൂ എൻ്റെ ആ ഓർമ്മയിൽ. പിന്നീട് കുറച്ച് ഹോമിയൊക്കെ ചികിത്സിച്ചെങ്കിലും അതുകൊണ്ടൊന്നും ഫലം ഉണ്ടായില്ല. അപ്പോൾ കാഴ്ചയുടെ നാടൻ ചികിത്സകള്, കാക്കയെ പിടിച്ച് ഇറച്ചി വേവിച്ച് തരിക, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് താമരയിലെ അപ്പം ചുട്ടു തരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ഫലമായില്ല. എന്തായാലും പിന്നീട് പഠിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാന് അച്ഛന്റെ ജോലി ആലപ്പുഴ ടെൻഷനായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങളുടെ പറവൂരേക്ക്, ഞങ്ങളുടെ അമ്മയുടെ നാട്ടിലേക്ക് തന്നെ വന്നു. ആ അമ്മയുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അമ്മയുടെ കൂടെ പഠിച്ച ചില അധ്യാപകര്, അമ്മയുടെ കൂടെ പഠിച്ച ആ വിദ്യാർത്ഥികൾ അധ്യാപകരായി വന്ന പറവൂർ ഗവൺമെന്റ് സ്കൂള് അവിടെ കൊണ്ട് ചേർത്തു. അങ്ങനെ
അവിടെ പഠിച്ചു. അവിടെ 7ാം ക്ലാസ് വരെ പഠിച്ചു. 5ാം ക്ലാസ് വരെ അവിടെ 5ാം ക്ലാസ് വരെ ഞാൻ തനിയെ അടുത്ത് വെച്ച് വായിക്കുമായിരുന്നു, അടുത്ത് വെച്ച് എഴുതുമായിരുന്നു. അപ്പോൾ പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏകലിവനെ പോലെയാണ്. കാരണം അരിയെന്ന 2 അക്ഷരം വരച്ചിട്ടുള്ളൂ. പിന്നീട് പുസ്തകത്തിലെ 1ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ പടം കണ്ട് അതിന്റെ താഴത്തെ എഴുത്ത് കണ്ടു, അങ്ങനെയാണ് അക്ഷരം പഠിച്ചത്. പാഠം 1 പറ, തറ, പന, വല, അങ്ങനെ എഴുതുമ്പോൾ തന്നെ അതിന്റെ താഴെ, ആ പടത്തിന്റെ താഴെ ഏതാണോ വസ്തു, ആ ചിത്രം, ആ ചിത്രത്തിന് താഴെ കൊടുക്കുന്ന അക്ഷരം, അത് പിന്നെ തിരിച്ചു മറിച്ചും 4 കോളങ്ങളിലായിരുന്നു. അത് വലിയ അക്ഷരമായതുകൊണ്ട് അടുത്ത് വെച്ച് കണ്ട് അതിന്റെ പുസ്തകത്തിലെ മറുവശത്ത് സ്വരാക്ഷരം, വ്യഞ്ജനാക്ഷരം, ചില്ലക്ഷരം, കൂട്ടക്ഷരം, പള്ളി, പുള്ളി, കുത്തു, കോമ, വിസർഗ ഇതെല്ലാം ഉള്ളത് കൊണ്ട് അങ്ങനെയാണ് പഠിച്ചത്. ബോർഡിൽ എഴുതുന്നത് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ പടം കണ്ട് അക്ഷരം പഠിച്ചു. പള്ളിക്കൂടത്തിൽ ചെന്നു. ആ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ കൊച്ചിലോട്ട് കഴിവുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഞാൻ പറയാം, അതന്ന് ദൈവം തന്നൊരു കഴിവാണ്. പക്ഷെ അന്ന് ദൈവത്തിനെ അംഗീകരിക്കുന്നില്ല. കാരണം വീട് വെച്ച സാഹചര്യത്തിൽ ഒരു വശത്ത് വള്ളി വെച്ച പ്രാർത്ഥന നടത്തിയെങ്കിലും പിൽക്കാലത്ത് അമ്മയെ കുടുംബം ദരിദ്രമായപ്പോൾ ഹിന്ദുവായി മാറി. എന്റെ അച്ഛനും അമ്മയെ 2ാം വിവാഹം ചെയ്ത ആളും ഹിന്ദുവായിരുന്നുണ്ട്. ആ രീതിയിൽ വളർന്നപ്പോൾ അമ്പലമോ പള്ളിയോ അങ്ങനെയുള്ളതായ ഒരു രീതിയിലല്ല പോയത്. എന്നാൽ പള്ളിക്കൂടത്തിൽ പഠിച്ച് 7ാം ക്ലാസ് വരെ, 5ാം ക്ലാസ് വരെ തനിയെ പരീക്ഷ എഴുതി. പിന്നീട് കാഴ്ച തീരെ കുറഞ്ഞു വരുമ്പോൾ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടായി. ഇപ്പൊ പരീക്ഷ എഴുതി കഴിയുമ്പോൾ അന്നത്തെ മഷിപ്പേനയാണ്, ബോൾപ്പേനല്ല. ആ മഷിപ്പേനയുടെ പണ്ടുപേനയുടെ 2 ആ വശത്തോട് മഷി ചാടുന്നത് മൂക്കിന്റെ, കണ്ണിന്റെ ഭാഗം തൊട്ട് മൂക്കിന്റെ ഈ സൈഡ് വരെ ഇങ്ങനെ വളർന്നിരിക്കും. അങ്ങനെയാണ് പരീക്ഷ എഴുതിയത്. 5ാം ക്ലാസ് കഴിയുമ്പോൾ തീരെ ബുദ്ധിമുട്ടായപ്പോൾ അധ്യാപകർ ചോദ്യം ചോദിക്കും, ആൻസർ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പരീക്ഷ എഴുതി. 7ാം ക്ലാസ് കഴിഞ്ഞു. ആ സ്കൂളിൽ, ആ ഗവൺമെന്റ് സ്കൂളിൽ, പനേക്കുളങ്ങര എന്നാണ് ആ സ്കൂളിൽ അറിയപ്പെടുന്നത്. ആ സ്കൂളില് ഹൈസ്കൂൾ ഇല്ലാഞ്ഞത് കൊണ്ട് എന്നെ അറവാട് സ്കൂളിൽ ചേർത്തു. ഞാൻ അന്ന് പഠിച്ച സ്കൂളിൽ ഇന്ന് +2 വരെ ആയിട്ടുണ്ട്. അറവാട് സ്കൂളിൽ ചേർത്തു. അറവാട് ദേവസ്വം ഒരു അമ്പലത്തിന്റെ ആണ്, SNDP വിഭാഗത്തിന്റെ ഒരു അമ്പലമാണ്. നാഷണൽ ഹൈവേ സ്റ്റേഡിൽ തന്നെയാണ്, പുന്നപ്പുറ ടൗണിന് അടുത്തുള്ള. ആ സ്കൂളിൽ ചേർത്തു. അവിടെ ഏകദേശം 1 മാസം ആദ്യം 1 മാസത്തോളം പഠിച്ചു. കാഴ്ചയില്ലാത്തത് കൊണ്ട് അവരെയും പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിടുവാനിടയാണ്. എന്റെ ക്ലാസ് ടീച്ചറാണ് പിന്നീട് DLPയുടെ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ദിനകരൻ സാറ്, ദിനകരൻ, അമരാക്ഷൻ സാറിന്റെ അനിയൻ, എന്റെ ക്ലാസ് ടീച്ചറാണ്. സ്കൂളിൽ തന്നെ കാഴ്ചയില്ലാത്തതുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സ്കൂൾ പൊതുവെ ഒരു തീരുമാനമെടുത്തു. എന്നാൽ ഒരു ടീച്ചർ മാത്രം, മോളി എന്ന് പറയുന്ന ടീച്ചർ മാത്രം പഠിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു. അതിനൊരു കാരണമുണ്ട്. ഞാന് ചെന്ന ആ 1 മാസം പഠിപ്പിച്ച ഒരു അധ്യായം ജിയോഗ്രഫിയിലെ ഭൂമിശാസ്ത്രത്തെ കുറിച്ചുള്ള, അതിനകത്ത് ആ അധ്യായത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം നന്നായി പറയുവാൻ ദൈവം സഹായിച്ചു. അപ്പോൾ ഉത്തരം പറയുമ്പോൾ ഞാൻ പുറത്തോട്ട് നോക്കിയിരിക്കുന്നതാണ് ടീച്ചറിന് തോന്നുന്നത്. അപ്പൊ ടീച്ചർ വിചാരിച്ച് ഞാൻ പുറത്തോട്ട് ഗ്രൗണ്ടിൽ കളിക്കുന്ന പെൺകുട്ടികളെ നോക്കിയിരിക്കുകയാണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ച് എന്നെ വിളിച്ചു, പൊക്കി എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോഴും ഞാൻ ആൻസർ പറയുന്നത് പുറത്തോട്ട് നോക്കുന്നതായിട്ട്. അവിടെയാണ് ടീച്ചർ അറിയുന്നത് എൻ്റെ അടുത്തിരുന്ന ഒരു കൂടെ പഠിച്ചൊരു വിദ്യാർത്ഥി സഹപാഠി ടീച്ചർ പറഞ്ഞ, സാറേ അയ്യാറിന് കാഴ്ചക്കുറവുണ്ട്. അങ്ങനെ അവിടെ ആ ടീച്ചർ, മോളി എന്ന് പറയുന്ന ടീച്ചർ മാത്രം പഠിപ്പിക്കുന്നതിന് അനുകൂലിച്ചു. എന്നാൽ ദേവസ്വം സ്കൂളിലെ മറ്റെല്ലാവരും അതിനെതിരായി. അതുകൊണ്ട് അവളെ കൊണ്ട് പഠിത്തം നിർത്തി.
അത് 79-ലാണ് ഈ സംഭവം, 1929. ഇങ്ങനെ ഞാൻ പഠിക്കാതെ വീട്ടിൽ നിന്നു. ഈ വീട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഇത്തിരി ജോലികൾ ചെയ്തിട്ടുണ്ട്. തേങ്ങ ഇടാൻ പോയിട്ടുണ്ട്, പാക്ക് പറിക്കാൻ കവുങ്ങെ കയറിയിട്ടുണ്ട് അടക്കാമരത്തിൽ. അതുപോലെ കൊയ്യാനും ലഭിക്കാനും നെല്ല് ചുമക്കാനും വെച്ച് ചുമക്കാനും അതുപോലെ ഈ തടവെടുക്കാനും ഉന്തുവണ്ടിപ്പണി ചെയ്യാനും ചുമട് ചുമക്കാനും വിറകിടാനും മരം വെട്ടാനും അത് മറ്റുള്ളവരോടൊപ്പം ചെയ്തിട്ടുണ്ട്. മരം വെട്ടലൊക്കെ ഞാൻ ഒറ്റയ്ക്കും ചെറിയ തോതിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം മരം വെട്ടുന്നതൊക്കെ മരത്തിന്റെ മേളിൽ കയറി താഴെ നിന്ന സ്ഥലം നോക്കി മനസ്സിലാക്കിയിട്ട് വീടോ പരിസരത്ത് എന്തൊക്കെയുണ്ടെന്നുള്ള ഏകദേശം ഒരു കണക്കെടുത്തിട്ടാണ് മേളിൽ കയറി മരം മുറിച്ച് താഴെ ഇടുന്നതും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ പുല്ലിയച്ച് വിറ്റിട്ടുണ്ട് ഉപജീവനത്തിനാണ് വീട്ടിൽ. അപ്പം എൻ്റെ അമ്മയ്ക്കും വല്യമ്മയ്ക്കും കാർഷിക മേഖലയിലെ പണി ചെയ്യാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പറമ്പിലും പണത്തും പണി ചെല്ലുമ്പോൾ പൊതുവെ മറ്റുള്ള മുതലാളിമാരെ മാറ്റി നിർത്തും. കാരണം അന്നൊക്കെ ഒരു സമ്പ്രദായമുണ്ട്, കടം പണയിക്കുക. വിളവെടുത്ത് കഴിയുമ്പോൾ കൂലി കൊടുക്കുന്ന രീതി, അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുക്കും. അതിന്റെ വിളവെടുക്കുമ്പോഴായിരിക്കും ബാക്കി പൈസ കണക്ക് തീർക്കണം. അപ്പം വീട്ടിലെ സാഹചര്യത്തിൽ അതിനങ്ങനെ ആളുകള് കൊണ്ടുതരാനില്ലാത്തത് കൊണ്ട് അവിടെ അച്ഛൻ, എൻ്റെ ആദ്യത്തെ അച്ഛൻ ഉപേക്ഷിച്ച് രണ്ടാമത് അച്ഛൻ മരിച്ചു. വല്യമ്മയാണെങ്കിൽ വിവാഹം ചെയ്ത് ചെറുപ്പത്തില് 14 വയസ്സുള്ളപ്പോൾ, അന്ന് ബാല്യ വിവാഹം ഉള്ള സമയമായതുകൊണ്ട് എൻ്റെ വല്യമ്മ വിവാഹം ചെയ്തു. ആ വിവാഹം ചെയ്തത് വളരെ ചെറുപ്പത്തിലാണ്, വല്യമ്മയുടെ 14 വയസ്സേ ഉള്ളു. ഭർത്താവ് വീടി വലിച്ചു എന്നുള്ള കാരണത്താൽ ഭർത്താവിനോട് വേണമെങ്കിൽ വീട്ടിൽ പോന്നിട്ട് പോയിട്ടില്ല. അപ്പൊ അങ്ങനെ വീട്ടിൽ ആണുങ്ങളില്ലാത്ത സാഹചര്യത്തിൽ അമ്മയ്ക്കും വല്യമ്മയ്ക്കും പലരും ജോലി കൊടുക്കത്തില്ല. അപ്പൊ കുടുംബം പുലർത്തേണ്ടതിന് വേണ്ടി എന്നാലാകുന്ന ജോലി ഞാൻ ചെയ്യുന്നില്ല. അന്ന് ഒരു നിർബന്ധമുണ്ട്, ആരെയും തട്ടിക്കരുത്, ആരെയും പറ്റിക്കരുത്, ആരെയും വഞ്ചിക്കരുത്, ആരെയും കളിപ്പിക്കരുത്. അധ്വാനിച്ച് ജീവിക്കണം, അതിൽ അഭിമാനം കണ്ടിരുന്നു. അതുകൊണ്ട് ജോലി ചെയ്യുവാൻ ഞാൻ സന്നദ്ധനായി. ഇപ്പോൾ കാഴ്ചക്കുറവുണ്ടെങ്കിലും പല കാഴ്ചയുള്ളവരും എൻ്റെ ജോലിയിൽ അവരോടൊപ്പം എന്നെ കൊണ്ടുപോവുകയും ജോലിക്ക് സഹായിച്ചിട്ടുണ്ട്, അല്ലാതെ ഒറ്റയ്ക്കും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പഠിത്തം നിർത്തിയ സാഹചര്യത്തിൽ ഇങ്ങനെ എല്ലാ ജോലികളും ചെയ്ത് മീൻ പിടിച്ച് വെച്ചിട്ടുണ്ട്. മീൻ പിടിക്കാനൊക്കെ പോകുമ്പോൾ കാഴ്ചക്കുറവുണ്ടെങ്കിലും ഈ മീൻ പിടുത്തത്തിനും വിദഗ്ധനായിരുന്നു. കാരിയൊക്കെ മുങ്ങി മോട്ടോർ തറയിൽ നിന്ന്, ഞങ്ങളുടെ കുട്ടനാട്, അപ്പുറം കുട്ടനാട് രീതിയിൽ പറക്കുഴി എന്ന് പറയും, കെട്ടി വെച്ച് ഒരു മോട്ടോർ തറ കെട്ടി, മോട്ടോർ തറ എന്ന് പറഞ്ഞ ഒരു പെര കെട്ടിയിട്ട് അതിനകത്ത് മോട്ടറൊക്കെ വെച്ച് കെട്ടി വെച്ച് ആ മോട്ടോർ വലിച്ച് കണക്ട് ചെയ്തിട്ട് ആ വെള്ളം വന്ന് നിൽക്കാൻ വേണ്ടി വലിയ ആഴത്തിൽ ഒരു 4-5 ആൾ താഴ്ചയിൽ വെള്ളം ഈ കിണർ പോലെ കുത്തി അവിടെ ഇടും. അതിലാണ് വെള്ളം വന്ന് നിന്നിട്ട് മോട്ടോർ വലിച്ചെടുത്ത് പുറത്ത് കളയുന്നത്. ആ പറക്കുഴി ഇറങ്ങി വരെ മീൻ പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോ ഒരിക്കൽ മീൻ പിടിച്ച് കാല് കുത്തി തൂങ്ങിക്കിടന്ന് വലിച്ചൂരി ഒടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചു. എന്നാലും ഞാൻ ക്രമേണ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളും തകർച്ചകളും മുഖാന്തരം ദൈവം ഇല്ല എന്നൊരു അനുമാനത്തിലെത്തി. അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ കാരണം, ദൈവമുണ്ടെങ്കിൽ പണക്കാരനെന്നും പാവപ്പെട്ടവനെന്നും ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നും സമ്പന്നനെന്നും ദരിദ്രനെന്നും ജ്ഞാനിയെന്നും മൂഢനെന്നും അല്ലെങ്കിൽ പണക്കാരനും പാവപ്പെട്ടവനും അടിമയും ഉടമയും തൊഴിലാളിയും മുതലാളിയും വികലാംഗനും സകലാംഗനും ഇങ്ങനെയൊക്കെ ഒരു സൃഷ്ടിപ്പ് ദൈവമുണ്ടെങ്കിൽ ചെയ്യുമോ? ദൈവം നീതിമാനാണെന്നല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം അങ്ങനെ ചെയ്യുമോ? അവിടെ ദൈവം ഇല്ല എന്നുള്ളൊരു അനുമാനത്തിൽ, ഒരു നിഗമനത്തിലെത്തി. ആ രീതിയിൽ മുന്നോട്ട് പോയി. അപ്പോൾ വളരും തോറും ഇതിനിടയ്ക്ക് വാർത്ത കേൾക്കും.
റേഡിയോ എന്നില്ല, സ്വന്തമായിട്ട് റേഡിയോ പോലും മേടിക്കാനില്ല. റേഡിയോ അടുത്തുള്ള വീടുകളിൽ പോയി റേഡിയോ വാർത്ത കേൾക്കും. ഇന്ന് ടി വി ചാനൽ ഇത്രയില്ല, ടി വി ഒന്നുമില്ല. വാർത്ത കേൾക്കും, പത്രങ്ങൾ ആരെങ്കിലും വായിച്ച് വാർത്ത കേൾക്കും. അതൊരു നിർബന്ധമുള്ള കാര്യമായിരുന്നു. അറിവിന്റെ പരമാവധി അറിവ് നേടുക എന്നുള്ളത്. അങ്ങനെ ദൈവമില്ല എന്നുള്ളത് നിഗമനത്തിലെത്തി. ഇതിനിടയിൽ ബിഗ് ബാങ് തിയറിയും ഡാർവിന്റെ പരിണാമ സിദ്ധാന്തവും ഒക്കെ എന്നെ വളരെ ചെറുപ്പത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. കാര്യകാരണ സിദ്ധാന്തം, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം, ബിഗ് ബാങ് തിയറി, ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചം ദൈവം സൃഷ്ടിക്കല്ല എന്നുള്ള ഒരു അനുമാനത്തിലെത്തി. അങ്ങനെ ഈ പഠിക്കാനുണ്ടായ ബാല്യത്തിലെ പ്രയാസങ്ങള്, കുടുംബത്തിലെ ദാരിദ്ര്യം, മറ്റ് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളെല്ലാം കൊണ്ട് ദൈവമില്ല എന്നുള്ളൊരു നിലയിലെത്തി. ഇതിനിടയിൽ വല്യമ്മ CSI പള്ളിയിൽ പോകുന്നുണ്ട്. വല്യമ്മ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ വല്യമ്മയുടെ ഇത്തിരി തർക്കിക്കുമായിരുന്നു. വല്യമ്മയുടെ ബൈബിള് ഒരു ഹരിശങ്കരട്ട് ഇനി ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ബൈബിള് 2 ബൈബിള് വലിച്ചു കയറി ദൂരെ കളഞ്ഞു. അതുകൊണ്ട് ഹരിശൻ തീരാഞ്ഞിട്ട് അന്ന് അല്പം വിലയുള്ളതെന്ന് പറഞ്ഞാൽ വീട്ടിൽ ആകപ്പാടുള്ളത് ഒരു ഓട്ടുവിളക്കാണ്, ചെറിയൊരു ഓട്ടുവിളക്ക്. അതടിച്ച് ഉടച്ച് 3ആയിട്ട് ഒടിച്ച് ദൂരെ എറിഞ്ഞ് കാട്ടും. അങ്ങനെ ബൈബിള് ഇഷ്ടമല്ല. സത്യത്തിൽ ഇന്ന് യഥാർത്ഥ ബന്ധപ്പെട്ട അനുഭവത്തിൽ വന്നപ്പോഴാണ് എന്റെ യഥാർത്ഥ രുചി അറിയുന്നത്. എന്നാൽ അന്ന് ഇതിനെ ഒന്ന് അംഗീകരിക്കാതെ ഞാൻ മുന്നോട്ട് പോയി. ഇതിനിടയിൽ ഈ കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ കണ്ട് എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അധ്യാപകര് എന്നെ പറഞ്ഞു വിട്ടപ്പോൾ എനിക്ക് പ്രയാസം തോന്നിയിട്ട് പനിയായി. പനി വന്ന് ഞാന് ആശുപത്രി പോകാനിടയ്ക്ക് ആശുപത്രി ചെന്ന് കേട്ടത് ഒരു ഡോക്ടർ, ഹാർട്ടിന്റെ ഡോക്ടറായിരുന്നു. പക്ഷെ അന്ന് എനിക്കറിയില്ല. ഞാൻ പനിയായിട്ട് ചെന്നു. ഡോക്ടറിനെ നോക്കിയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ട് പറഞ്ഞ് ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ട്, ഇവിടെ കിടക്കാൻ പറഞ്ഞു. എന്നാൽ 1 മാസത്തിനകം, 1 മാസത്തോളം ഡോക്ടറിന്റെ വാർഡിൽ കിടത്തിയ ശേഷം എന്നോട് ഒരു ദിവസം എന്ന് പറഞ്ഞ്, ദാസർ എന്നാണ് ആ ഡോക്ടറിന്റെ പേര്, ഇദ്ദേഹനോട് പറഞ്ഞ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ഈ സംഭവം. ഡോക്ടർ പറഞ്ഞ്, കുട്ടി താങ്കൾക്ക് കാഴ്ചക്കുറവാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാനിവിടെ കിടത്തിയത്. ഹാർട്ടിന് കംപ്ലൈന്റ് ഒക്കെ ഇല്ല. കണ്ണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് തന്നോട് പറഞ്ഞാൽ താങ്കൾ പൊയ്ക്കളയും. അതുകൊണ്ട് ഞാൻ ഒരു കള്ളം പറഞ്ഞാണ് താങ്കൾക്ക് ഹാർട്ടിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ നാളെ കണ്ണുവാർഡിലേക്ക് മാറ്റുകയെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണുവാർഡിലേക്ക് മാറ്റി. കണ്ണുവാർഡിൽ കണ്ണ് ഡോക്ടർ, അന്നത്തെ മെഡിക്കൽ കോളേജിലെ 1ാമത്തെ ഡോക്ടർ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 1ാമനായ ഡോക്ടർ ജോൺ എന്ന് പറയും. അദ്ദേഹം എന്നെ ഓപ്പറേഷത്തിന് വേണ്ടി ഒരുക്കി 3 തവണ ഓപ്പറേഷൻ ചെയ്യാൻ ഒരുക്കിയിട്ട് 2:30, 3 മണി, 2 മണി, 2:30, 3 മണി ഇങ്ങനെയുള്ള ഈ ടൈമുകളിൽ വന്നിട്ട് പറയും, രാവിലെ ഞാൻ 7:30 തിയേറ്ററിൽ കയറിയതാണ്, വെള്ളം പോലും കുടിച്ചിട്ടില്ല, അതുകൊണ്ട് അടുത്ത ആഴ്ച നമ്മളെ ഓപ്പറേഷൻ ചെയ്യാം, ഈ ആഴ്ച മാറ്റി വെക്കുക. അങ്ങനെ 3 വട്ടം എന്നെ ഓപ്പറേഷത്തിന് എനിക്ക് നടത്തേണ്ടി. ഓപ്പറേഷൻ ചെയ്യാതെ മാറ്റി വിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പണം കൊടുക്കാത്തത് കൊണ്ടാണ്. ആ സാഹചര്യത്തില് ഞാൻ ഈ കണ്ണുവാർഡിലേക്ക് എന്നെ മാറ്റിയപ്പോഴും എന്നെ ആദ്യം അഡ്മിറ്റ് ചെയ്ത ലാസർ എന്ന് പറഞ്ഞ ഡോക്ടർ, ഹാർട്ടിന്റെ ഡോക്ടർ, അദ്ദേഹം എല്ലാ ദിവസവും എൻ്റെ അടുക്ക വരും. വരാൻ കഴിയാത്ത ദിവസം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനെ വിടും. ആ അസിസ്റ്റന്റ് ചിലപ്പം വരും. അങ്ങനെ ഒരു ദിവസം ഈ ഡോക്ടർ തന്നെ, ലാസർ ഡോക്ടർ തന്നെ വന്നു. ഞാനിങ്ങനെ തിരിച്ച് ആശുപത്രിയിൽ നിന്ന് പോരാൻ വേണ്ടി എന്റെ ബസ്സൊക്കെ എടുത്ത് ഒരുക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താ കുട്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടർ സാഹചര്യം ഇതാണല്ലോ, 3 വട്ടം ഓപ്പറേഷനിലേക്ക് എടുത്തിട്ട് ഓരോ പ്രാവശ്യവും
ഓരോ ന്യായീകരണം പറഞ്ഞ് ഡോക്ടർ മാറ്റി വയ്ക്കുക. ഇത് കാശ് കൊടുക്കാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി എന്നെങ്കിലും പൈസ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ വരാം, കണ്ണ് ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു ഈ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞ് ഇത്രയും കാലം കുട്ടി ക്ഷമിച്ചില്ല. ഈ ഏകദേശം 3 മണിയായിട്ടുണ്ട്. അതില് ആ 3 മണി സമയത്ത് ഈ ഡോക്ടർ പോയി തിരിച്ചൊരു മണിക്കൂറിനുള്ളിൽ വന്നിട്ട് പറഞ്ഞ് അടുത്ത ആഴ്ച എന്തായാലും ഓപ്പറേഷൻ ചെയ്യും, കുട്ടി ക്ഷമിക്കാം. അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തു. എനിക്ക് നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്തെങ്കിലും അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായി. എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഡിസ്ചാർജ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 2 ആഴ്ചയായി, പിന്നെ ഒരു മാസമായി, മാസങ്ങളായി. അങ്ങനെ നീട്ടി അവിടെ വെക്കുകയാണ് ഓപ്പറേഷത്തിൽ. എനിക്ക് മനസ്സിലാക്കി വെച്ച് കൊടുക്കാത്തതുകൊണ്ട് തന്നെയാണ് മറ്റേ ഡോക്ടറിന് നിർബന്ധം ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതെന്നും മനസ്സിലാക്കിയിട്ട് പിന്നീട് പോയില്ല. പിന്നീട് 70 ഇങ്ങനെ ചെയ്തെങ്കിൽ 82 വീണ്ടും ഓപ്പറേഷത്തിന് പോകാനിടയായി. ജോലിയൊക്കെ ചെയ്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി ഞാൻ ഓപ്പറേഷത്തിന് പോയ സമയത്ത് ആളായതുകൊണ്ട് 25 രൂപ ഉള്ള മേശപ്പുറത്ത് ഞാൻ പുറത്തു പോയി. അദ്ദേഹത്തിന് പിറ്റേ ദിവസം കണ്ണ് OP-യിൽ ചെന്നു. കണ്ണ് OP-യിൽ ചെന്നപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന 3 ഡോക്ടേഴ്സ്, ഒരു സുശീല പി നായർ, ഒരു രാധാ നായർ, ഒരു മാത്യു ഡോക്ടർ, ഈ 3 പേരും കൂടി എന്റെ കണ്ണ് നോക്കിയിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു പരസ്പരം കുറച്ചു നേരം നോക്കി ചർച്ച ചെയ്ത ശേഷം എന്നോട് പറഞ്ഞു, ഇടത് കണ്ണിൽ ഇനി അയാൾക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ആ ഡോക്ടർ ചെയ്ത ഓപ്പറേഷൻ അതേപോലെയാണ്, അത് ഇനി അതിനകത്തൊന്നും ചെയ്യാൻ ഒക്കത്തുമില്ല. എന്നാൽ ഞങ്ങള് വലത് കണ്ണിന് ഓപ്പറേഷൻ ചെയ്യും, ചിലപ്പോൾ 6 or 7 ഓപ്പറേഷൻ വേണ്ടി വരും. ഞാൻ പറഞ്ഞു എത്രയായാലും കുഴപ്പമില്ല, എന്ത് ത്യാഗം സഹിക്കാൻ എനിക്ക് പഠിക്കണം. ഈ മാത്യു എന്ന് പറയുന്ന ഡോക്ടർ ജോണിന്റെ അസിസ്റ്റന്റുമാണ്. ഈ ജോൺ ഡോക്ടറും മാത്യു ഡോക്ടറും തമ്മിൽ അഭിപ്രായ വ്യത്യാസവും. കാരണം മാത്യു എന്ന് പറയുന്ന ഡോക്ടർ കൈക്കൂലി 1 പൈസ പോലും മേടിക്കാത്ത ആള്, ജോൺ ഡോക്ടർ കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്നയാൾ. അപ്പോൾ ഈ 3 പേരും കൂടി, രാധാ നായർ, സുശീല പി നായർ, മാത്യു, ഈ 3 പേരും കൂടി പ്ലാൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 1982 ഓപ്പറേഷൻ ചെയ്യുവാൻ ഇടയായി. വലത് കണ്ണ് 3 ഓപ്പറേഷൻ ചെയ്തു. ആ വലത് കണ്ണ് തെളിഞ്ഞു വന്നു എന്ന് ഞാൻ പറയാൻ കാരണം, എനിക്ക് ആ കാഴ്ച ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 5-10 മിനിറ്റിനുള്ളിൽ 5 മിനിറ്റിന് ഉള്ളിൽ മാത്രമാണ് അനുഭവിക്കാൻ പറ്റിയത്. കാരണം കണ്ണ് അഴിച്ച് ഡ്രസ് ചെയ്യാൻ വേണ്ടി ആ കണ്ണ് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും മരുന്ന് വെച്ച് കെട്ടാൻ വേണ്ടി കണ്ണ് അഴിച്ചപ്പോൾ ആ കിടക്കമിൽ കിടന്നുകൊണ്ട് മലർന്ന് കിടക്കുന്ന ഞാൻ കണ്ട ആ വെളിച്ചമാണ് എന്റെ കണ്ണ് തെളിഞ്ഞു എന്ന് ഞാൻ പറയാൻ കാരണം. 1000 സൂര്യനെ വെല്ലുന്ന ഒരു പ്രഭ മിന്നി മറഞ്ഞു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ, ദൈവിക സന്ദർശനം ഉണ്ടായപ്പോൾ പൗലോസിന് അനുഭവപ്പെട്ട പോലെ എന്റെ കണ്ണിൽ അങ്ങനെ ഒരു പ്രകാശം അനുഭവപ്പെട്ടു. ഞാൻ വളരെ സന്തോഷിച്ചു. അത് ഞാൻ ചെറുപ്പം മുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് പഠിക്കണം, ഒരു ശാസ്ത്രജ്ഞനാണ്. പ്രത്യേകിച്ചും എന്റെ ജീവിത സാഹചര്യവും ഞാൻ വളർന്നു വന്ന സമൂഹം കാണിക്കുന്ന പ്രവൃത്തികളെല്ലാം കണ്ടപ്പോൾ അന്ധവിശ്വാസം, അനാചാരം, അഴിമതി, സ്വജനപക്ഷപാതം ഇതെല്ലാം തുടച്ചു മാറ്റണം. അതിനെന്നെ ആകർഷിച്ചത് തീവ്ര അമോഷിച്ചിട്ടുണ്ടാവുകയാണ്. എന്നാലും നിർബന്ധിച്ചല്ല, പക്ഷെ പത്രങ്ങളിൽ മറ്റും വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നഴ്സറിസം അവരാണ് യഥാർത്ഥമായ ഒരു നല്ല ആശയത്തിന്റെ വക്താവ്. അതുകൊണ്ട് അതിലോട്ട് വളരെ ഒരു ആശയം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ ആരും എവിടെ എന്ത് ചെയ്യുന്നതും എനിക്കറിയണം, ഞാൻ ചെയ്യുന്ന കാര്യം അറിയരുത്. എന്റെ ആഗ്രഹം ആയുധങ്ങളും
കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങൾ ഉണ്ടാക്കണം. ലോകത്തിൽ ആരെന്ത് ചെയ്താലും എനിക്കറിയാം. ഞാൻ ചെയ്യുന്ന കാര്യം അറിയില്ല, ഞാൻ പറയുന്ന കാര്യം അറിയരുത്, മറ്റുള്ളവർ പറഞ്ഞ് എനിക്കറിയണം. അപ്പൊ ഇതിനു വേണ്ടി ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ കണ്ണ് ഓപ്പറേഷൻ ഞാൻ ഇന്നും പോയത്. അപ്പൊ കണ്ണ് തെളിഞ്ഞു വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. ആ സന്തോഷം അധിക സമയം നീണ്ടു നിന്നില്ലെന്ന് വേണം പറയാം. കാരണം ആദ്യത്തെ ദിവസം ഒരു 12 മണിയോടുകൂടിയാണ് കണ്ണ് ഡ്രസ് ചെയ്ത് പോകുന്നതെങ്കിൽ അതേസമയം അടുത്ത ദിവസം ഡ്രസ് ചെയ്യാൻ വേണ്ടി ഡോക്ടർമാര് വന്ന്, രാധാനായർ എന്ന് പറഞ്ഞ ഡോക്ടർ, അതാണ് അന്നത്തെ പ്രധാനപ്പെട്ട ഡോക്ടർ, ജോൺ കഴിഞ്ഞിട്ട് തന്നെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ. ശിശുപി നായരും രാധാനായരും സുഹൃത്തിന്റെ പേര് ഹാരിസ് എന്നാണ്. അദ്ദേഹം ലോഡിംഗ് അൺലോഡിംഗ് തൊഴിലാളിയാണ്. അദ്ദേഹവുമായി ആശുപത്രി വെച്ച് പരിചയപ്പെട്ടു. ഞാനൊരു തീവ്ര ചിന്താധിക്കാരനാണെങ്കിൽ അദ്ദേഹം CPI-കാരനായ ഒരു വ്യക്തിയാണ്. ആ ലോഡിംഗ് അൺലോഡിംഗുകാരന് ഒരാളെ വടിവാളിന് വെട്ടി, ആ വടിവാള് പിടിച്ചിട്ട് അയാള് അവന്റെ കണ്ണിടിച്ച് കണ്ണ് പടുത്ത് ആശുപത്രി വന്നത്. എന്നാൽ ഞങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളായി ആ അദ്ദേഹത്തിന്റെ കൈയാണ് എന്റെ കണ്ണിൽ കിട്ടിയത്. ആ കൈ മുട്ടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ 1982 മെയ് മാസത്തിലെ കർണാടകൻ മുഖ്യമന്ത്രിയായിട്ട് വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം നടക്കി. പുറത്ത് കേൾക്കുന്ന ആരവം എന്താണെന്ന് അറിയാൻ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി ബാത്റൂമിൽ പോയതാണ്, ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു കണ്ണിന് നല്ല കാഴ്ചയുണ്ട്, ഒരു കണ്ണ് മൂടിക്കെട്ടി. എന്നെ അദ്ദേഹം എന്റെ തൊട്ട് മുമ്പ്, ഞാൻ പുറകെയാണ്. ഈ ആരവം എന്താണെന്ന്, അതിന്റെ ആ ഒച്ചപ്പാട്, ആ ബഹളം പറയാൻ വേണ്ടി പുള്ളി തിരിഞ്ഞപ്പോൾ ഈ ഹാരിസ് എന്ന് പറഞ്ഞയാളെ കണ്ണിലിടിച്ച് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന അതത്ര കൂട്ടാക്കിയില്ല. ആ അശ്രദ്ധയാണ് ഒട്ടും കാഴ്ചയില്ലാത്ത അവസ്ഥയിലേക്ക് വീണ്ടും പലതിലും മാറുകയാണ്. ഇത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. ഈ കൈ മുട്ടിയപ്പോൾ ഞാനത് ഉറുമ്പ് കടിക്കുന്ന വേദനയാണത് കൂട്ടാക്കാൻ എന്റെ കാരണം. ഈ ഓരോ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ഇഞ്ചക്ട് ചെയ്ത് മരവിപ്പിക്കുമ്പോൾ ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന മരുന്നിന്റെ കണ്ണിന്റെ ചെവിയുടെ മുകളിലായിട്ട് സൂചി ഇടിച്ചാണ് കയറ്റുന്നത്. അപ്പൊ ആ വേദനയും മരുന്ന് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ വേദനയും നോക്കുമ്പോൾ ഈ കൈ മുട്ടിയപ്പോൾ ഉണ്ടായ വേദന ഒരു ഉറുമ്പ് അടിക്കുന്ന പോലെയാണ് ആക്കി. അതാണ് വലിയൊരു പ്രശ്നമായി മാറിയത്. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, കണ്ണിനകത്ത് ബ്ലഡ് ഇറങ്ങി. അപ്പൊ എനിക്ക് ഇരുട്ട് മാത്രം അറിയാം. തലേ ദിവസം കണ്ണ് തെളിഞ്ഞു വന്ന് സന്തോഷിച്ച ഞാൻ അടുത്ത ദിവസം കണ്ണിൽ ഇരുട്ട് മാത്രമാണ് അനുഭവിച്ചത്. ഡോക്ടർ പറഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, വൈദ്യശാസ്ത്രത്തിലൊന്നും ചെയ്യാനില്ല, കണ്ണ് പഴുക്കാതിരിക്കാൻ തൽക്കാലം മരുന്ന് ചെയ്യാം. അങ്ങനെ എന്റെ ആ പ്രത്യാശയം നഷ്ടപ്പെട്ടു, കണ്ണ് കാഴ്ച പോയി. എന്നാൽ ഡോക്ടർ അന്നൊരു വാക്ക് പറഞ്ഞു, ദൈവാധീനം ഉണ്ടെങ്കിൽ ക്രമേണ കാഴ്ച കിട്ടും എന്ന്. ഞാനത് അംഗീകരിച്ചില്ല, ദൈവത്തെ അംഗീകരിക്കുന്ന ഒരാളല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയുധങ്ങൾ, ഉപകരണങ്ങൾ ഉണ്ടാക്കണം. കോടിക്കണക്കിന് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരു മുതലാളി കോടിക്കണക്കിന് തൊഴിലാളികളുടെ ഇടയിൽ നിന്നാലും ആ മുതലാളി നശിക്കണം എന്ന് വിചാരിച്ചൊരു ആയുധം ഉപയോഗിച്ചാൽ അയാൾ മാത്രമേ നശിക്കാവുള്ളൂ. അയാൾ എങ്ങനെയാണ് തൊഴിലാളികളെ പിടിപ്പിച്ച് അതുപോലെ ഇഞ്ചിഞ്ചായിട്ട് അയാളെ കൊല്ലണം. ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ച് എനിക്ക് ആ ആശുപത്രിയിൽ വെച്ച് കൈമുട്ടിയപ്പോൾ കാഴ്ച പോയി. ഞാൻ വീണ്ടും നിരാശനായി. വീണ്ടും കുറച്ചു നാൾ നിരാശനായെങ്കിലും വീട്ടിലെ സാഹചര്യം കൊണ്ട് പണിക്കൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കാഴ്ചയില്ലാത്തവരുടെ സംഘടനയുടെ സെക്രട്ടറിയായിട്ട് ഒരു ചന്ദ്രശേഖരൻ ആയിരുന്നു പറഞ്ഞയാള് NSS കോളേജിൽ വന്നിടത്ത് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഞങ്ങളുടെ സംഘടനയുടെ സെക്രട്ടറിയായിട്ട് വന്നു. ഈ കാഴ്ചയില്ലാത്തവരുടെ സംഘടന കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറയും.
ഈ കേരള ഫെഡറേഷൻ ബ്ലാങ്കിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഈ ചന്ദ്രശേഖരൻ നായര്, അദ്ദേഹം അന്ന് ഞങ്ങൾ കാഴ്ചയില്ലാത്തവരെ കണ്ടുപിടിക്കാൻ വേണ്ടി പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ കയറി, ഹോസ്പിറ്റലുകൾ ഇങ്ങനെയുള്ളിടത്തൊക്കെ കയറി കാഴ്ചയില്ലാത്തതിനെ കുറിച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. അങ്ങനെ ചെയ്ത കൂട്ടത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ചെല്ലുകയും എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ വഴി എന്നെ അറിയുവാനിടയാണ്. എന്നെ കുറിച്ച് കേട്ടു. അദ്ദേഹം എനിക്ക് ഒരു കത്ത് വിട്ടു. ആ കത്ത് എനിക്ക് സമയത്ത് കിട്ടിയില്ല. കാരണം ചെറിയൊരു വിഷയം വന്നു. അഡ്രസ്സിൽ ഡോക്ടർ കൊടുത്ത അഡ്രസ്സിൽ പുന്നപ്പുറ നോർത്ത് വ്യൂ പറവൂർ എന്നുള്ളതിന് പകരം പുന്നപ്പുറ പി എന്നുള്ളതാണ്. അങ്ങനെ പുന്നപ്പുറ കിടന്ന് കറങ്ങിയിട്ട് കത്ത് വൈകിയാണ് കിട്ടിയത്. ഞാൻ അമ്മ പുരുഷനോട് പറയും, ഇതുപോലെ കത്ത് വരികയാണ് എനിക്ക് തരണം. അങ്ങനെ ഞാന് പറഞ്ഞ അടിസ്ഥാനത്തിൽ പുരുഷവാൻ കത്ത് കൊണ്ട് തന്നു. രണ്ടാമത് വിട്ട കത്ത് എനിക്ക് കൃത്യമായി കിട്ടി. ഞാൻ ഇദ്ദേഹത്തെ പോയി കണ്ടു. അങ്ങനെ കാഴ്ചയില്ലാത്തവരുടെ സ്കൂളിൽ കോട്ടയത്ത് പഠിക്കാൻ വേണ്ടി വീണ്ടും ഒരു അവസരം ദൈവം ഒരുക്കി. ആ കാഴ്ചയില്ലാത്തവരുടെ സ്കൂളിൽ കോട്ടയം ഉളച്ച അന്തർവിദ്യാലയം, ഉളച്ച ബ്ലാങ്ക് സ്കൂള്, കോട്ടയത്ത് നിന്ന് അരിപ്പിലേക്ക് പോകുന്ന വഴിക്കാണ് ഉളച്ച എന്ന് പറയുന്ന സ്കൂൾ. അവിടെ പഠിക്കാൻ വേണ്ടി എന്നെ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തകർ. എന്നാൽ അവിടെ ചെന്നപ്പോൾ ആദ്യം എനിക്ക് അഡ്മിഷൻ തന്നില്ല. എന്നാൽ അവിടെ പോകാൻ വേണ്ടി പൈസ ഇല്ലാതെ വളരെ ഭാരപ്പെട്ടു. പൈസ ഇല്ലാതെ ഭാരപ്പെട്ടപ്പോൾ അന്ന് 25 രൂപ വേണ്ടി 3 ദിവസം നമ്മുടെ പഞ്ചായത്തിൽ ഒരു വലിയ ധനികനായ ഒരു മനുഷ്യന്റെ അടുക്കൽ പോയി. അദ്ദേഹം അന്നൊരു സാമൂഹിക പ്രവർത്തകനാണ്, ഒരു ഡോക്ടറാണ്, കുടുംബമായ ആയുർവേദ ഡോക്ടർമാരാണ്. നല്ല തിരക്കുള്ള ആശുപത്രിയാണ്. രാവിലെ 8 മണി മുതൽ ഏകദേശം 2 മണി വരെയും 4 മണി മുതൽ 9-10 മണി വരെയും ആൾ തിരക്കുള്ള ആശുപത്രി. അദ്ദേഹത്തെ കാണാൻ 3 ദിവസം രാവിലെ മുതൽ വൈകുന്നവരെ ശ്രമിച്ചെന്ന് നടന്നില്ല. 3-ാമത്തെ ദിവസം 9 മണി കഴിഞ്ഞ് കാണാതെ വന്നപ്പോൾ പതിവായി പോരുകയാണ് രാത്രി. അത് 9 മണി കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഇദ്ദേഹം അനുജൻ പറഞ്ഞ്, ഏതായാലും 3 ദിവസമായില്ലേ, നാളെ പോവുകയും വേണ്ടേ, ഇനി ചേട്ടൻ എന്ന് കയറി കാണാൻ പറഞ്ഞു. കയറി കണ്ടു. അത് കഴിയുമ്പോൾ കാര്യമൊക്കെ പറഞ്ഞു. 25 രൂപ ചോദിച്ചപ്പോൾ, സഹായമായി ചോദിച്ചപ്പോൾ, എനിക്ക് വികലാംഗ പെൻഷനുണ്ട്, ആ പെൻഷൻ കിട്ടുമ്പോൾ കൊടുക്കാമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹം കളക്ഷനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു 3 രൂപ അമ്മയുടെ എടുത്തു. വളരെ സങ്കടവും വേദനയുണ്ടെങ്കിലും ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. കാരണം ആ 3 രൂപ അന്ന് 1 രൂപ 20 പൈസയാണ് കോട്ടയത്തിന് ആലപ്പുഴ ബോട്ടിൽ. ഞാൻ വളരെ പ്രയാസപ്പെട്ടു. കാരണം ഞാൻ എന്തായാലും 25 രൂപ ചോദിച്ചെന്ന് വെച്ചാൽ എനിക്കവിടെ പോകണം, അമ്മ കൂടെ വരണം, അത് ഭക്ഷണം കഴിക്കണം, വണ്ടിക്കൂലി ആലപ്പുഴയ്ക്ക് പോകണം, തിരിച്ച് ബോട്ടിൽ അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും ബസ്സിന് കയറണം, തിരിച്ച് അമ്മയുടെ ഇപ്പം പൈസ കൊടുത്തു വിടണം. ഇതായിരുന്നു കണക്കൂട്ടൽ. എന്നാൽ 3 ദിവസം എന്നെ ശ്രദ്ധിച്ച എന്റെ അയൽവാസിയായൊരു പ്രോട്ടോകോൾ അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ 3-ാമത്തെ ദിവസം ഞാൻ തിരിച്ച് നിരാശനായി വരുമ്പോൾ ഉണ്ണി പൈസ കിട്ടിയോ? അദ്ദേഹത്തിന്റെ പേര് രഘു എന്നാണ്, വീട്ടിൽ സച്ചിദാനന്ദന്റെ പേര്. സച്ചിദാനന്ദ ആളെ പേര് രഘു എന്നാണ് വീട്ടിൽ വിളിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞ്, ഇരിക്കെ ഞാൻ എത്ര രൂപ വേണോ? 25 രൂപ വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് 35 രൂപ എടുത്തുകൊണ്ട് തന്നിട്ട് എന്നോട് നാളെ രാവിലെ തന്നെ പഠിക്കാൻ പോകണം. ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞ്, എനിക്ക് പെൻഷൻ കിട്ടുമ്പോഴേ തരുവുള്ളൂ, 6 മാസമെങ്കിലും പിടിക്കും.
അത് കുഴപ്പമില്ല, നമ്മൾ പോയി പഠിക്കാം. അങ്ങനെ വീണ്ടും വട്ടവളാശ്ശേരിയിൽ കുളച്ചാ സ്കൂളിൽ പഠിക്കാൻ പോയി. കുളച്ചാ സ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ അവിടെ ചെല്ലുമ്പോഴും കാഴ്ച ഈ ഓപ്പറേഷൻ ചെയ്ത് പ്രശ്നം ഉണ്ടായപ്പോഴും ദൈവത്തിലേക്ക് അപ്പോഴും തിരിയുന്നില്ല. കാരണം എന്റെ വീട്ടിൽ വളർന്ന സാഹചര്യവും എന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ എന്നെ ഒരു നിരീക്ഷണമാക്കിയാണ് അപ്പോഴും മാറ്റിപ്പോയത്. കുറച്ച് പഠിക്കാൻ ചെല്ലുമ്പോൾ ബ്രെയിലില്ലാത്ത പുസ്തകങ്ങൾ, മാഗസിനുകൾ ഒക്കെ കൊണ്ട് വിൽക്കുമായിരുന്നു. അതിലേറിയ പങ്കും ബൈബിളും ബൈബിൾ അനുബന്ധ കഥകളോ ചരിത്രങ്ങളോ എഴുതിയ പുസ്തകങ്ങളായിരുന്നു. അന്ന് കാലിഫോർണിയയിൽ നിന്ന്, അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്ന് ലൂതറൻ ബ്രെയിൽ വർക്കേഴ്സ് എന്ന് പറയുന്നവർ ധാരാളം ബ്രെയിൽ പുസ്തകങ്ങൾ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി പത്രമായിട്ടും, കാഴ്ചയില്ലാത്തവർക്ക് ന്യൂസ് പേപ്പർ ബ്രെയിൽ അടിച്ച്, അതുപോലെ മാഗസിനുകൾ, ബൈബിൾ അനുബന്ധ പുസ്തകങ്ങൾ ഒക്കെ അടിച്ച് തരുമായിരുന്നു. അപ്പോൾ ഈ പുസ്തകങ്ങൾ എനിക്ക് മുൻപ് പഠിച്ചു പോയവരുടെയും എന്നോടൊപ്പം അവിടെ പഠിക്കുന്നവരുടെയും പുസ്തകങ്ങൾ പോയി എടുക്കും പോസ്റ്റ് ഓഫീസിൽ പോയിട്ട്. അത് ചിലരോട് ചെറിയ വിലയ്ക്ക് വാങ്ങും, ചിലർക്ക് ഫ്രീ ആയിട്ട് തരും. ഇത് കൊണ്ടുപോയി ആയിരക്കണക്കിന് കോപ്പി വിറ്റിട്ടുണ്ട്. അന്നൊന്നും ബൈബിളൊന്നും വായിക്കുന്നില്ല. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ. അത് 3 ടൈപ്പാണ്: ബ്രൗൺ കളർ, മഞ്ഞ കളർ, നീല കളറാണ്. ബ്രൗൺ കളറിന് ഏറ്റവും കൂടുതൽ വില 12 രൂപ ഒരു കിലോ. നീല കളറോ മഞ്ഞ കളറോ ഒക്കെ ആണെങ്കിൽ 10 രൂപ കിട്ടും. വെള്ള കളറിന് 8 രൂപ. ഇങ്ങനെ ഇത് മൂവാറ്റുപുഴ മാർക്കറ്റിലാണ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരാളെ കൂടി സഹായത്തിന് വിളിച്ചിട്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കും. അങ്ങനെ കൊണ്ടുവന്ന് വീട്ടിലെ കാര്യങ്ങൾക്കും, ഞാൻ പഠിക്കാൻ പോകുമ്പോൾ തന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങൾക്കും എന്റെ സഹോദരിമാരുടെ പഠിത്തത്തിനൊക്കെ ഈ പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലേറെ ഒന്നും ഞാൻ പറഞ്ഞ പോലെ ബൈബിളും ബൈബിൾ അനുബന്ധ പുസ്തകങ്ങളും അതൊന്നും അന്ന് വായിക്കാറില്ല. അങ്ങനെ ആയിരക്കണക്കിന് കോപ്പി, 10,000കണക്കിന് ഉപയോഗിക്കാൻ കാശ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ പഠിച്ചു. അവിടെ പഠനം കഴിഞ്ഞു കോളേജിൽ വന്നു. അന്ന് പ്രീ ഡിഗ്രിക്ക് സർവകലാശാല, കേരള സർവകലാശാല സമരമാണ്. ആ സാഹചര്യത്തിൽ തൊട്ടടുത്തുള്ള എസ് സി കോളേജിൽ, സനാതന കോളേജിൽ ചേരാൻ ചെന്നപ്പോൾ സമരം കൊണ്ട് പറ്റിയില്ല. എന്നാൽ ഗാന്ധി സർവകലാശാല കീഴിലുള്ള സെന്റ് അലോഷ്യസ് കോളേജ് എടത്തുവ, ആ സെന്റ് അലോഷ്യസ് കോളേജിൽ ചെന്നു. അവിടെ അന്നത്തെ പ്രിൻസിപ്പൾ ആയിരുന്നത് ഗിരിഗരി പരുവപ്പറമ്പിൽ എന്ന് പറയുന്ന ചമ്പക്കുളത്തുകാരനൊരു അച്ഛൻ. അദ്ദേഹം ചെന്നുടനെ തന്നെ എനിക്ക് അഡ്മിഷൻ തരാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തു. കാരണം അച്ഛന്റെ കൂടെ പഠിച്ചൊരു സഹപാഠി കാഴ്ചയില്ലാത്തവരുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ജോർജ് കുട്ടി കാര്യപ്പറമ്പിൽ. അതുകൊണ്ട് കാഴ്ചയില്ലാത്തവരെ കുറിച്ച് അച്ഛൻ അറിയാവുന്നതുകൊണ്ട് അച്ഛൻ എനിക്ക് അവിടെ ചെന്നോടെ അഡ്മിഷൻ തന്നു. നിങ്ങളോട് ഇനി വേറൊന്നും പോകണ്ട, ഇവിടെ തന്നെ അഡ്മിഷൻ തന്നിരിക്കുക. ഞാൻ ഫോം മേടിക്കാനാണ് ചെന്നത്, പക്ഷെ ഫോം തരുന്ന അഡ്മിഷനാണ് എന്റെ. അതിന് കാരണമുണ്ട്. കാഴ്ചയില്ലാത്ത ഒരാള് കോളേജിൽ ആദ്യമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പൊ കോളേജുകാർക്ക് സംശയമുണ്ട് എങ്ങനെ അഡ്മിഷൻ കൊടുക്കണോ വേണ്ടത്. അവരെന്നെ അച്ഛൻ്റെ അടുക്കോട്ട് കൊണ്ടുപിന്നെ ആക്കുകയാണ്. അപ്പൊ ഞാൻ അച്ഛനോട് പറയുന്നത്, അച്ഛാ എനിക്ക് സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം പിന്നെയും എന്റെ ഉള്ളിൽ ഈ ചിന്ത അവശേഷിക്കണം, ഈ ആയുധങ്ങളും വർണ്ണങ്ങളും ഉണ്ടാക്കണം. അച്ഛനോട് പറഞ്ഞ് ഒരു ആഗ്രഹം നല്ലതാണ്. SSLC നല്ല മാർക്കൊക്കെ ഉണ്ട്, കണക്കിന് 83 മാർക്കുണ്ട്, ഫസ്റ്റ് ക്ലാസ് മാർക്കുണ്ട്. കാര്യം ശരിയാണ്. പക്ഷെ കാഴ്ചയില്ലാത്തത് കൊണ്ട് സയൻസ് പഠിക്കാൻ പറ്റത്തില്ല, പ്രാക്ടിക്കൽ വരും.
അതുകൊണ്ട് തേൽക്കുറിപ്പ് തരാം. അങ്ങനെയാണ് തേൽക്കുറിപ്പ് എടുത്ത് പഠിക്കുന്നത്. ആ തേൽക്കുറിപ്പ് എടുത്ത് പഠിച്ചു. അതൊരു പൊലിത്തിരി കൂടിയാണ്. ഡിഗ്രിക്ക് കോളേജ് പഠിക്കുമ്പോൾ കൂടുതൽ ചരിത്രം പഠിക്കുന്തോറും ഒരു ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി. കാരണം ഈ കാലത്തെ വേർതിരിക്കുന്നത് രണ്ട് അടിസ്ഥാനത്തിലാണ്, AD എന്നും BC എന്നും. എന്തുകൊണ്ടാണ് ചരിത്രത്തെ രണ്ടായി വിഭജിക്കാൻ AD എന്നും BC എന്നും തിരിക്കാൻ കാരണം? ക്രിസ്തുവിന് എങ്ങനെയാണ് അതിന്റെ ഒരു നായകത്വം? ചരിത്രം പഠിപ്പിക്കുമ്പോൾ, പുരാണങ്ങൾ പഠിക്കുമ്പോൾ ഒത്തിരി ദേവി ദേവന്മാരും ചരിത്ര വക്താക്കളുമുണ്ട്. എന്നാൽ അവരാരെയും നടുക്ക് നിർത്താതെ ചരിത്രത്തെ രണ്ടായി കീറി മുറിക്കാൻ എന്തുകൊണ്ട് യേശുവിനെ പ്രാധാന്യമാണ്? ആ അടിസ്ഥാനത്തിൽ കുറെയൊക്കെ ബൈബിൾ വായിക്കാൻ സമയം തുടങ്ങി. അപ്പോൾ 92 സമയമാണ്. ഈ സമയത്ത് എനിക്ക് ചിന്തിക്കാൻ തുടങ്ങി. കാരണം AD എന്നും BC എന്നും യേശുവിനെ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ അതിലെന്തോ സംഭവം ഉണ്ടല്ലോ. അതാണ് ബൈബിള് വായിക്കുന്നതിലേക്ക് അപ്പോൾ കാഴ്ചയിൽ വളരെ കൊണ്ട് വായിപ്പിക്കുമ്പോൾ ഇതിനിടയിൽ ഈ 92 തന്നെ എന്റെ സീനിയറായിട്ട് പഠിച്ചൊരു വിദ്യാർത്ഥി കുര്യാക്കോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പിന്നാണ്ടിൽ ഇലക്ഷനിൽ നിന്ന് പരാജയപ്പെട്ട ആളാണ് J. ജോസഫ്. ആ അദ്ദേഹത്തിന്റെ ഫാദർ എന്റെ അധ്യാപകൻ കൂടിയായിരുന്നു. കാരണം ഞാൻ പഠിച്ച സ്കൂളിലെ സ്കൂളിലെ ഹെഡ്മാസ്റ്ററായിരുന്നു ജേക്കബ് സാർ. അദ്ദേഹത്തിന്റെ ഭാര്യ ഈ കുര്യാക്കോസിന്റെ അമ്മ, ഞാൻ അവരുടെ വീട്ടിൽ കുര്യാക്കോസ് വഴി അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ എന്നോട് സുവിശേഷം പറയും. അവർ IMS എന്ന് പറഞ്ഞ എന്റെ അടുത്തുള്ള ഒരു ധ്യാന ഭവനുണ്ട്, കരസ്ഥാറ്റി ധ്യാനം. അവിടെ പോകുന്നവര് എന്നെ അവിടേക്ക് ക്ഷണിച്ചു. അവിടെ കുറെ കാലം ആരാധനയ്ക്ക് പോകുന്നുണ്ടായി. എന്നാൽ ദൈവത്തെ യഥാർത്ഥമായി അംഗീകരിച്ചില്ല. ഇപ്പോഴും ദൈവമുണ്ടെന്നും അന്വേഷണമായി. ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ, ഉണ്ടാകണമെങ്കിൽ എന്നെ ചിന്തിക്കാൻ തുടങ്ങി. ഞാനൊരു ഷർട്ട് ഇടുന്നെങ്കിൽ, ഞാനൊരു വാച്ച് കിട്ടുന്നെങ്കിൽ, ഞാൻ എന്ത് സാധനം ഉപയോഗിക്കുമ്പോൾ അതിന്റെ പിന്നിൽ അതിനൊരു സൃഷ്ടികർത്താവുണ്ടല്ലോ. വെറുതെ ഒരു ഉടുപ്പുണ്ടാകത്തില്ലല്ലോ, വെറുതെ നൂലുണ്ടാകത്തില്ലല്ലോ. അപ്പൊ വെറുതെ ഏതൊരു സാധനം വെറുതെ ഉണ്ടാകുന്നില്ല, അതിന്റെ പിന്നിൽ ഒരു ആളുടെ പ്രവൃത്തി ഉണ്ടാക്കി. ഈ പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു ഉണ്ടാകണം. പഠനം തുടങ്ങി. എന്നാലും പൂർണ്ണമായി വിശ്വാസത്തിലേക്ക് വന്നില്ല. ആ കരസ്മേന്റ് ധ്യാനത്തിന് പോയി. അവിടെ കുറച്ചു കഴിഞ്ഞപ്പോ അവിടെ ധ്യാനം നടത്തുന്ന അച്ഛന്മാരൊരാള് രാവിലെ ഒരച്ഛൻ യേശുവിന്റെ സ്നേഹം പ്രസംഗിച്ച് ഉച്ചയ്ക്ക് ശേഷം വേറച്ഛൻ അത് പറയും, യഹോവസാക്ഷികളും മന്ദകോസുകാരെയും ചൂരലും കെട്ടും എടുത്ത് പുറത്തിറക്കണം, ചൂരലും കെട്ടും എടുത്ത് അടിച്ച് പുറത്തിറക്കണം, വീട്ടിൽ കയറ്റരുത്. അപ്പൊ ഇത് എന്റെ ചിന്താമണ്ഡലത്തിൽ ഒരു ചോദ്യത്തിനാണ്. ഞാൻ അച്ഛനോട് എന്നെ ചോദ്യം തുടങ്ങി. അതിനച്ഛൻ മറുപടി പറയുന്നില്ല. പകരം ജനങ്ങൾ എന്നെ ഇരിക്കാൻ ആക്രോശിക്കുകയായി. ക്രമേണ അവിടുന്ന് മാറി. അങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ നിലയിൽ കുടുംബം പുലർത്തുവാൻ കൊച്ചിലെ ജോലികളിൽ നിന്ന് മാറി. കൊച്ചിലാണെങ്കിൽ വടക്ക കച്ചവടം, കപ്പലി കച്ചവടം ഇതൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കാഴ്ച ചെയ്യാത്ത അവസ്ഥയില് പലചരക്കുകൾ നടത്തി. അത് പരാജയപ്പെട്ട് കഴിഞ്ഞു. പിന്നീട് കുറെ വളരെ കഴിഞ്ഞ് 92 ഇറങ്ങുമ്പോൾ ലോട്ടറി കച്ചവടമായിട്ട് ആലപ്പുഴ എന്റെ വീടിൽ നിന്ന് കോട്ടയം വരെയും കോട്ടയത്ത് നിന്ന് മരണം വരെയും ഏകദേശം 100 കിലോമീറ്റർ അധികം ഒരു ദിവസം തന്നെ നടക്കുമായിരുന്നു. കാരണം കാഴ്ചക്കുറവുകൊണ്ട് സൈക്കിള് വിട്ടാൻ പറ്റത്തില്ല. സൈക്കിള് പണ്ട്
കുഞ്ഞിലെ ഒരു 10-15 വയസ്സുള്ള പഠിത്തം നിർത്തിയ സമയത്ത്, ഹൈസ്കൂൾ പഠിത്തം നിർത്തി കാഴ്ചയിലാക്കിയിരിക്കുന്ന സമയത്ത് ലോഡ് എടുക്കാൻ ആലപ്പുഴയ്ക്ക് പോയി. ഒരു അപകടമുണ്ടായി. ഞാൻ ചവിട്ടിയ സൈക്കിള് ഒരു സ്ത്രീയെ ഇടിച്ച് 11 തയ്യലുണ്ടായിരുന്നു. ഒന്ന് തല പിടിക്കാതെ രക്ഷപ്പെട്ടത് എന്റെ ഒരു കൂട്ടുകാരൻ അമ്മ തന്നെയായിരുന്നു. അവരവരുടെ കാഴ്ചയില്ലാത്തവന് തല്ലെടുക്കും. അങ്ങനെ അവരൊരു ഓണ സമയത്താണ് അവർ ഇരിപ്പായത്. അത് എന്നെ വളരെ ചിന്തിപ്പിച്ചുകൊണ്ട് സൈക്കിള് ഞാൻ കയറിയില്ല. ലോട്ടറി കച്ചവടത്തിന് കാൽനടയായിട്ട് രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 8 മണി വരെയൊക്കെ യാത്രയായി. അങ്ങനെ ഒറ്റ ദിവസം തന്നെ കോട്ടയത്ത് പോയി, കോട്ടയത്ത് നിന്ന് തിരിച്ച് മരണം നീലച്ചൂറം അതിലൂടെയൊക്കെ നടന്നു വന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ ജോലി ചെയ്ത ഹരിപ്പാടും മാവേലിക്കരയൊക്കെ ടിക്കറ്റുമായിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടെലിഫോൺ ബൂത്ത് നടത്തി. അതും കഴിഞ്ഞാണ് ജോലി വെച്ച് വരുന്നത്. നമ്മൾ ടെലിഫോൺ ബൂത്ത് നടത്തി. അതിരിക്കുമ്പോൾ എന്റെ PSC പരീക്ഷ എഴുതുവാനിടയായി. PSC പരീക്ഷ എഴുതി. അപ്പോൾ പല അപേക്ഷകളിലും കാഴ്ചയില്ലാത്തവരെ അപേക്ഷിക്കേണ്ട, വികലാംഗർ അപേക്ഷിക്കേണ്ട എന്ന നോട്ടിഫിക്കേഷൻ ഞാൻ എന്റെ അടുത്തുള്ള ഒരു ഡോക്ടർ ജിത്ത് എന്ന് പറയും, വികലാംഗനാണ്. ഇപ്പൊ ഡോക്ടർ തന്നെയാണ്, ഇപ്പൊ ഡോക്ടറാണ്. അന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മനോഹരൻ എന്ന് പറഞ്ഞാൽ ആ സാറ് കുട്ടികളെ പഠിപ്പിക്കുകയും പിന്നീട് ജോലിയായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉണ്ണി ഇങ്ങനൊരു അപേക്ഷ വന്നിട്ടുണ്ട് PSCക്ക് അയക്കും. അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തെന്ന് പറഞ്ഞില്ല, കാഴ്ചയില്ലാത്തവരോ വികലാംഗരോ അപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കിത് അയക്കാം. അദ്ദേഹം തന്നെ ഫോം മേടിച്ചോണ്ട് വന്ന് പൂരിപ്പിച്ച് അതിന് മുകളിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ബ്ലൈൻഡ് എന്ന് ബ്രാക്കറ്റിൽ എഴുതി ചുവപ്പക്ഷരം കൊണ്ട് രേഖപ്പെടുത്തി അപേക്ഷ അയച്ചു. ആ അപേക്ഷ അയച്ചത് PSC എന്നെ പരീക്ഷയ്ക്ക് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ സാധാരണ പരീക്ഷ എഴുതുന്നത് 10ാം ക്ലാസ് മുതൽ കാഴ്ചയില്ലാത്ത ഞാൻ പഠിച്ച പരീക്ഷ എഴുതിയെല്ലാം ബ്രെയിലി സമ്പ്രദായത്തിലാണ്. ബ്രെയിലി ലിപിയാണ് പഠിച്ചതെങ്കിലും പരീക്ഷ എഴുതുന്നത് സ്ക്രൈബ് സമ്പ്രദായത്തിലാണ്. ആ 2 രീതി ഞങ്ങൾക്ക് പരീക്ഷ എഴുതാം. ബ്രെയിലിൽ എഴുതാം, സ്ക്രൈബ് രീതി എഴുതാം. ഞാൻ സ്ക്രൈബ് രീതിയാണ് പരീക്ഷ എഴുതാൻ തിരഞ്ഞെടുത്തത്. സ്ക്രൈബ് എന്ന് പറയുമ്പോൾ ഒരു കാഴ്ചയുള്ള ഒരാൾ വായിച്ചിരിപ്പിക്കും, നമ്മൾ ആൻസർ പറയണം. അങ്ങനെ ബ്രെയിലി ലിപിയിൽ പഠിച്ച ഞാൻ സ്ക്രൈബ് സഹായത്തോടെ പരീക്ഷ എഴുതി. സ്ക്രൈബ് പരീക്ഷയ്ക്ക് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചയില്ലാത്ത ആളിന് 2 പേരെ സർക്കാർ പോസ്റ്റ് ചെയ്യും. പരീക്ഷ എഴുതുന്നതോ നോക്കാൻ, പറയുന്നത് എഴുതുന്നുണ്ടോ, പറയാത്തത് എഴുതുന്നുണ്ടോ, പറയുന്നത് എഴുതാതിരിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി ഒരാളെ കൂടി പോസ്റ്റ് ചെയ്യും. പരീക്ഷ എഴുതുമ്പോൾ 1 മണിക്കൂറിന് 15 മിനിറ്റ് അധിക സമയവും തരും. അങ്ങനെ PSCയുടെ പരീക്ഷ എഴുതി. സ്ക്രൈബ് രീതിയിൽ തന്നെ കാഴ്ചയുള്ള ഒരാള് ഞാൻ ആൻസർ പറഞ്ഞു കൊടുത്ത് എഴുതി. റാങ്ക് ലിസ്റ്റ് പേര് വന്നു. എന്നാൽ നിയമനം കോടതിയിലായിരുന്നു. ജോലി പിയൂണായിട്ടായി. ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ആ തസ്തികയിലാണ് പരീക്ഷ എഴുതിയത്. ആ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൽ പിയൂണായിട്ട് ജോലി വന്നു. കോടതിയിലാണ്. കാഴ്ചയില്ലാത്തത് കൊണ്ട് കോടതിക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്, പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയും. PSC ഇന്റർവ്യൂ കഴിഞ്ഞെടുക്കുക. എന്നാൽ കോടതിയിൽ പേഴ്സണൽ ഇന്റർവ്യൂവിനെ ജഡ്ജി വിളിച്ചു. അവിടെ ചെന്നപ്പോൾ കാഴ്ചയില്ലാത്തത് കൊണ്ട് എനിക്ക് ജോലി തരാൻ പറ്റത്തില്ല എന്നെ പറഞ്ഞു വിട്ടു. ആ സാഹചര്യത്തിൽ ഒത്തിരി വിഷമമായി. ഇതിനിടയിൽ ഞാൻ 1994 ഞാൻ
പത്തനംതിട്ട ജില്ലയിലെ തളിയിൽ കിഴക്ക് വെണ്ണിക്കുളത്തിന് കിഴക്ക് വാഴക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് വിഷമ ദേവദാസൻ നടത്തിയ ഒരു കൺവെൻഷൻ, ആ കൺവെൻഷനിൽ 4 ദിവസം പങ്കെടുക്കാനിടയായി. ആ 4 ദിവസത്തെ കൺവെൻഷൻ അവിടെ വെച്ച് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇടയായി. 1994 ഏപ്രിൽ മാസം 18 മുതൽ 22 വരെ നടത്തിയ കൺവെൻഷൻ ചുടന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് IPCയിലെ പാസ്റ്റർ ജോസഫ് പാസ്റ്ററാണ് വന്ന് സ്നാനപ്പെട്ടു. ഈ പശ്ചാത്തലത്തിൽ ഇങ്ങോട്ട് പോയി. ഇതിനിടയിൽ എന്നെ 79-ൽ ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ തന്നെ എന്നെ പരിചയപ്പെട്ട ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. എന്നെ ആദ്യമായിട്ട് എന്നോട് സുവിശേഷം പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിന്റെ പേര് MP മണി അല്ലെങ്കിൽ അലക്സ് എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് ഒത്തിരി സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്നൊക്കെ എതിർക്കുമായിരുന്നു. എതിർക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു പദമുണ്ട്, സഹോദര, എന്നെങ്കിലും കർത്താവ് നിങ്ങളോട് ഇടപെടും, അന്ന് മാത്രമേ നിങ്ങൾ ദൈവസന്നിധി വരുവുള്ളൂ, ദൈവത്തിന് കീഴടങ്ങുള്ളൂ. അങ്ങനെ ഈ ജോലിക്ക് പ്രശ്നമായപ്പോൾ ഈ 1996-ലാണ് ജോലിക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. വിശ്വാസത്തിൽ 94 പേർ ജോലിക്ക് വിഷമുണ്ടായി കഴിഞ്ഞപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒത്തിരി പേര് വന്നതിൽ ഒരാള് ഈ മണി എന്ന് പറഞ്ഞ പാസ്റ്ററാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ്, സഹോദര, പ്രാർത്ഥിക്കണം, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവം പ്രവർത്തിക്കും, ആ ദൈവം പ്രവർത്തിക്കും, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ സ്വന്തം വിഷയങ്ങളെ വയ്ക്കണം, നേർച്ചയും കാഴ്ചയും പരിപാടി ഒന്നും കൊടുക്കണ്ട. അദ്ദേഹം 3 മണിക്ക് ഏറ്റവും ഒരു അമ്പലത്തിൽ 35 വയസ്സ് വരെ 3 മണിക്ക് വെളുപ്പിന് കുളിച്ച് നിർമ്മാണം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. 35-ാമത്തെ വയസ്സിലാണ് ദൈവത്തെ അറിഞ്ഞൊരു ഇൻസിഡന്റിലൂടെ തന്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ പരസ്യമായിട്ട് തന്നെ കളിയാക്കിയതിന്റെ പേരിൽ കടാരയിൽ തിരികെ ആലപ്പുഴയിൽ തുണ്ടുവെന്ന് പറഞ്ഞ പാലത്തിന് കാത്തിരുന്ന മനുഷ്യൻ ഒരുപറ്റ അമ്മച്ചിമാരെ വിളിച്ചുകൊണ്ടുപോയി പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് മാനസാന്തരം രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധി വന്ന ഒരു ഭക്തനായിരുന്നു അദ്ദേഹം. എന്നോട് പറഞ്ഞ, ഒരു വക്കീലിനെ വെക്കരുത്, കോടതി പോകരുത്, കേസ് നടത്തണ്ട, പ്രാർത്ഥിച്ചാൽ മതി, ദൈവം പ്രവർത്തിക്കും. ഇതിനിടയിൽ ഞാന് ഒത്തിരി സ്ഥലങ്ങളിൽ ഈ ജോലിക്ക് വേണ്ടി നടന്നു. ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ താഴോട്ടുള്ള സംസ്ഥാന മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അന്നത്തെ MP VS സുധീരൻ, പ്രതിപക്ഷ നേതാവ് AK ആന്റണി, മുഖ്യമന്ത്രി EK നായനാര്, അന്നത്തെ കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവ് വാജ്പേയി, BJP അഖിലേന്ത്യാ നേതാവ് LK അദ്വാനി, ഇവർക്കൊക്കെ നേരിട്ട് കണ്ടും നിവേദനം കൊടുത്തും എനിക്ക് ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ട് പോലും ഞാൻ ആ പ്രസ്ഥാനത്തെ പോലും സമീപിച്ചു. പിന്നീട് പത്രങ്ങളെ സമീപിച്ചു. അവരെല്ലാം കൈമലർത്തി. VS സുധീരനും AK ആന്റണിയും പറഞ്ഞ വാക്യത, കോടതിയല്ലേ ജോലി നിഷേധിച്ചത്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോക്കും, ഞങ്ങളുടെ കോടതിക്ക് വരെ പറഞ്ഞാൽ കോർട്ട് ലക്ഷ്യമാകും, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. മുഖ്യമന്ത്രി EK നായനാർ എന്ന് പറഞ്ഞത്, ജോലിയുടെ വരെയല്ലേ, ഞാൻ നോക്കട്ടെ, ചെയ്തു തരാമെന്ന് ആരും പറഞ്ഞില്ല. കേന്ദ്രത്തിലും പ്രധാനമന്ത്രി അടക്കം അന്ന് കോൺഗ്രസ് ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നത്, പ്രതിപക്ഷത്ത് BJP ആണ്. രാഷ്ട്രപതി അടക്കം കൊടുത്തവരാരും ഒരു മറുപടിയും നടത്തില്ല.
എന്നാൽ ആ സാഹചര്യത്തിലാണ് ഈ മണി എന്ന് പറഞ്ഞ മണിപ്പാസ്റ്റർ എന്നോട് പറയുന്ന ഒരു വാക്ക്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അത് കർത്താവ് യേശുവ. ആ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം മറുപടി തരും. അവൻ സർവശക്തനാണ്, സർവ ന്യായാധിപന്മാർക്ക് മീതെ ന്യായാധിപതിയാണ്. ആ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. അസാധ്യമായത് സാധ്യമാക്കി തരും. അദ്ദേഹം മാത്രം അതിനുള്ള കേസിന് പോകരുത്, വക്കീലിനെ വെക്കരുത്. ആ അവസ്ഥയിലാണ് ശിശുമാറ് അവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഇടയായി. അങ്ങനെ ഈ ജോലിയില്ലാതെ നിഷേധിച്ച് 7.5 മാസക്കാലം ഇരിക്കുന്ന സമയത്ത് ഒത്തിരി ദൈവദാസന്മാർ, ഒത്തിരി ദൈവമക്കൾ കേരളത്തിനകത്തും പുറത്തും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവൻ. എന്നാൽ ഒരു ടൈം കഴിഞ്ഞപ്പോ, 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞ്, മാസങ്ങൾ കൂടുന്തോറും ദൈവദാസന്മാരുടെ ദൈവമക്കളെയും പറച്ചിൽ വിശ്വാസമാണ്. കേസിന് പോകുന്നത് തെറ്റൊന്നുമല്ല. നമ്മൾ രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ ഭരണഘടന നിയമങ്ങൾ അനുസരിക്കണം. അവിടെ ജോലി നിഷേധിച്ചത് കോടതിയാണെങ്കിൽ കോടതിക്കെതിരെ കേസിന് പോകണം. എല്ലാ കോടതി ജോലി നിഷേധിച്ചെങ്കിൽ അതിനെതിരെ പോകണം. ആശങ്കകൾ ഞങ്ങൾ തരാം. അപ്പോൾ ഈ മണി എന്ന് പറഞ്ഞ പാസ്റ്റർ മാത്രം പറഞ്ഞ് കേസിന് പോകരുത്, പ്രാർത്ഥിച്ചാൽ. ഇനിയുള്ള പ്രേക്ഷകരെ, എനിക്കൊന്നേ പറയാനുള്ള, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. കരയുന്നവന്റെ കണ്ണുനീർ ഒക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞത്. അങ്ങനെ നിരാശയായി. അപ്പോൾ ദൈവദാസന്മാരും ദൈവമക്കളും തന്നെ ഒരുപറ്റ ആളുകൾ പറഞ്ഞ്, പൗലോസ് കൈസരെ അഭയം കഴിയില്ലേ? ഒരുപക്ഷെ പലവിധ പ്രയാസങ്ങളോട് വിഷമങ്ങളോട് കടന്നു പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പലരും നിങ്ങളോട് പറയും, കാലം ഇത്രമായില്ലേ, നാളിത്രമായില്ലേ, കാര്യം നടക്കുന്നില്ലല്ലോ, മറ്റു മാർഗങ്ങൾ തേടാം, കുഴപ്പമൊന്നുമില്ല. ബൈബിളിലെ വാക്യം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഒരുപക്ഷെ ദൈവദാസന്മാര് തന്നെ നമ്മളോട് പറഞ്ഞു പറ്റും. അങ്ങനെ എന്നോട് അനവധി ആളുകൾ പറഞ്ഞു. 6.5 മാസമായിട്ട് മറുപടിയില്ല. ഇതിനിടയിൽ PSC തീരുമാനമെടുത്ത് 16 മെമ്പറും ചെയർമാൻ ഉൾപ്പെട്ട PSC ബോർഡ് തീരുമാനിച്ചു കോടതിയിലെടുക്കാൻ. അന്നത്തെ ജില്ലാ ജഡ്ജി ഹരിദാസ് എന്ന് പറഞ്ഞ അദ്ദേഹം കൂട്ടാക്കാതെ ഇന്ന് ഹൈക്കോടതിക്ക്. ഞാനായിട്ട് കോടതിയിൽ പോയില്ല. എന്റെ എടുക്കത്തിലാണെന്ന് പറഞ്ഞ് ജില്ലാ ജഡ്ജി തന്നെ PSCക്ക് എഴുതി, ഗവൺമെന്റിന് എഴുതി, ഹൈക്കോടതിക്ക് എഴുതി. ഒടുവിൽ 7.5 മാസങ്ങൾക്ക് ശേഷം ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായി, എത്രയും വേഗം നിയമനം കൊടുക്കും. എന്നാൽ ദൈവമക്കള്, ദൈവദാസന്മാരുടെ ഭൂരിപക്ഷവും ദൈവമക്കളുടെ ഭൂരിപക്ഷവും പറഞ്ഞൊരു കാര്യം, കേസിന് പോകാൻ തെറ്റില്ല. അപ്പോസ്തല പ്രവൃത്തികളിൽ ആ ഭാഗത്ത് നിന്ന് കൈസരെ അഭയം ചൊല്ലിയ പൗലോസിന്റെ ചരിത്രം എടുത്തുകൊണ്ട് അവര് പറയുവാനിടയായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്നവരും എല്ലാവരും ചിലപ്പം നിരാശപ്പെട്ട്, നമ്മൾ പോലും നിരാശപ്പെട്ട് മാറിയാലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി തരും. ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചത്. അങ്ങനെ ജോലിയുടെ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായി നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചു. 6.5 മാസം കഴിഞ്ഞപ്പോൾ ചോദ്യസ്ഥലങ്ങൾ വിശ്വാസികളും ദൈവദാസന്മാരും ഉയർത്തിയത് ഞാൻ നിരാശനായി. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് എന്റെ ഭവനത്തിൽ പകൽ 10 മണി മുതൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ജോലിയുടെ പ്രശ്നം വന്നപ്പോൾ പ്രാർത്ഥന കൂടി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 12 മണിയോട് അടുത്ത സമയത്ത് എനിക്കൊരു ദർശനം കാണാനിടയായി. കോടതി നടപടി നടക്കുന്നു. ശുഭ്രവസ്ത്രധാരിയായ മനുഷ്യൻ
ജഡ്ജിയുടെ നേരെ വിരൽ ചൂണ്ടി താക്കീത് ചെയ്യുന്നു. കോടതി നടപടിയോ ഞാൻ അന്ന് കണ്ടിട്ടില്ല. പക്ഷെ ദർശനത്തിൽ കണ്ട, TV സ്ക്രീനിൽ കാണുന്നത് പോലെ കണ്ട, എന്റെ കൺമുമ്പിൽ കണ്ട കാഴ്ച ഞാന് അനുഭവിച്ചവൻ. ഞാൻ ഈ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവദാസനെ എന്നുള്ളത് മണിഭാഷ പറഞ്ഞ് വിഷമിക്കണ്ട, സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനയച്ച് മറുപടി തന്നതാണ്, നിങ്ങൾ നിരാശ മാറ്റുക. ഈ ദർശനങ്ങളിൽ 1 മാസത്തിനകം ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായി. എത്രയും വേഗം നിയമനം കൊടുക്കണം. അങ്ങനെ ഉത്തരവ് വരികയും ജോലി കയറുവാനിടയായി. ഞാൻ പഠിച്ചൊരു കാര്യമാണ്, ആരെല്ലാം അപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. ഹൃദയം ഉറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ മുറിവ് കെട്ടുന്നു, അവനെ സൗഖ്യമാക്കുന്നു. എനിക്കങ്ങനെ ജോലിയിൽ പ്രവേശിക്കാൻ ദൈവം സഹായിക്കും. ഇതിനിടയിൽ അൾസർ എന്ന അസുഖത്താൽ ഭാരപ്പെട്ടിരുന്നു. വൻകുടൽ മുറിച്ച് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതും പ്രാർത്ഥനയിൽ, ഉപവാസ പ്രാർത്ഥനയിൽ രോഗസൗഖ്യം ഞാൻ അനുഭവിക്കാനിടയായി. അതുപോലെ പരിശുദ്ധാത്മാഭിഷേകം, അതിനെ കുറിച്ചൊരു സംശയം ഉണ്ടായിരുന്നാൽ അതും ദൈവം എനിക്ക് ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാർത്ഥനയാണ്. ദൈവത്തെ എന്തൊക്കെ പറയുന്നു അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാം. രോഗസൗഖ്യം അതിന്റെ കാണാന് എനിക്ക് അനുഭവിച്ചത് കൂടാതെ കാണുവാനിടയായിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്ന് കാല് മുറിച്ചു കളയണമെന്ന് പറഞ്ഞവര് അത് മുറിച്ചു കളയാതെ ദൈവ സൗഖ്യമാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചു. അതുപോലെ ഭ്രാന്ത് മാറിയത് ഞാൻ ചെറിയ നാട് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴാണ്. അവിടെ ഉപവാസ പ്രാർത്ഥനയിൽ ബ്രെയിൻ ട്യൂമർ സൗഖ്യമായി. RCC ഉപേക്ഷിക്കപ്പെട്ട കേസ്. ആ സഹോദരി അന്ന് 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന യസവും കൂടി പഠനം നിർത്തിയ സഹോദരിയാണ്. ചെന്നൈയിലുള്ള അവരിന്ന് ഗൾഫിൽ PSC നേഴ്സായി ജോലി ചെയ്യുന്ന 2 കുട്ടികളാണ്. ആ ചെറിയനാട് പ്രാർത്ഥനയിലാണ് എനിക്ക് രോഗസൗഖ്യത്തെ കുറിച്ചും ഭൂതങ്ങൾ പുറത്തു വന്ന ശുശ്രൂഷയെ കുറിച്ചും ഉറപ്പുവരുവാൻ. അത് പറഞ്ഞെന്നാണ് ചോദിച്ചാൽ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഭൂതത്തെ പുറത്താക്കാൻ എന്നും ദൈവത്തിന് കഴിയും. രോഗികളെ സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയും. അതുപോലെ ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞു. ഞാൻ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് തന്നെ മദ്യപാനിയായ ഭർത്താവ് തന്റെ ഭാര്യയെ അടിവേറിന് ചവിട്ടി തിരുകിയിട്ടു. സ്കാനിംഗ് റിപ്പോർട്ടിൽ തടഞ്ഞു വരഞ്ഞു പോയി എന്ന് പറഞ്ഞ തലയും നെഞ്ചും കാലും കൈയും ഹാർട്ടും ഒക്കെ പോയെന്ന് പറഞ്ഞ കുഞ്ഞ് ഇന്നും സുഖമായി ജീവിക്കും. അമൃത ഹോസ്പിറ്റലിൽ നിന്ന് അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കുഞ്ഞ് ഇന്ന് ജീവിക്കുന്നു. ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. അങ്ങനെ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ സ്നാനപ്പെട്ടവരോടൊരു തീരുമാനമായി എന്റെ ജോലിയോടുകൂടി ഞാൻ സുവിശേഷ പ്രവർത്തനം നടത്താം. എന്റെ ഉപജീവനത്തിനൊരു മാർഗമാണ് ദൈവം. അതിനോട്ട് ഞാൻ സുവിശേഷ പ്രവർത്തനം. അങ്ങനെ ജോലിയിൽ കയറി ജോലിയിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു. ആ പ്രവർത്തനം എന്നെ വിശ്വാസത്തിലേക്ക് ആദ്യം നയിച്ച ഈ മണി എന്ന് പറഞ്ഞ മാറ്റില്ല. അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെട്ടു. എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാണ് അദ്ദേഹം മരിക്കുന്നത്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മറ്റൊരാള് കൃഷ്ണനാണ്. അദ്ദേഹമാണ് എന്റെ തുടർന്നുള്ള ആത്മീയ പ്രവർത്തനങ്ങൾക്ക് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം രൂപീകരിച്ച ആദ്യം ഗോസ്പൽ ഫോർ ദ ഡിസേബിൾഡ് എന്ന ഒരു പ്രസ്ഥാനം, അതിന്റെ ലൈൻ തെറ്റാണെന്ന് കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ആത്മീയ കടവരി ഭൗതികമാണ് ലക്ഷ്യം കണ്ടപ്പോൾ ഞങ്ങള് അതിൽ നിന്ന് മാറി പിന്നീട് കൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹം രൂപീകരിച്ച പ്രസ്ഥാനമായിരുന്നു ബ്ലസ് ഇന്ത്യ. ബ്ലസ് ഇന്ത്യയുടെ മറ്റൊരു ഭാഗമാണ് മീസ് പ്രസ്ഥാനമായിരുന്നു ബ്ലസ് ബോയ്സ്. അപ്പം ബ്ലസ് ഇന്ത്യയുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഈ കോന്തോട് ഞങ്ങളൊരു
ചർച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഞങ്ങൾ 7 സ്ഥലത്തുണ്ടായിരുന്ന സമയങ്ങളെ മാത്രമാണ്. ഞാന് ജോലി ഇരിക്കുമ്പോൾ തന്നെ ഇവിടെ പ്രവർത്തനം ഈ കുറവന്തോട് തുടങ്ങി. ആ പ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ആള് കൃഷ്ണകുമാറാണ്. അതുപോലെ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ സഹായിച്ചിട്ടുള്ള മറ്റ് പ്രവർത്തകരുണ്ട്. അതിലൊരാളാണ് സജേഷ് മാഷ്. പിന്നീട് എന്റെ കൂടെ ഒരു സുഹൃത്തുണ്ട് കാണിച്ചിരുന്നത് സതീഷ്, ഒരു കൊച്ചുമോനെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സഹായിച്ചു. ഏറ്റവും അധികം കൃഷ്ണകുമാറാണ് എന്റെ കൈത്താങ്ങ് തന്ന ആത്മീയമായും ഭൗതികമായും എന്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ കുറവന്തോട് പ്രവർത്തനം തുടങ്ങി. ആ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ജോലി സ്ഥലത്ത് ഒത്തിരി വെല്ലുവിളികൾ നേരിടുവാനിടയായി. എന്റെ ജോലിക്ക് പോലും കാഴ്ചയില്ലാത്തത് കൊണ്ട് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ജോലി കയറി കഴിഞ്ഞ് ഒരിക്കലൊരു RSSകാരൻ എന്നെ ജോലി ഒന്ന് പിരിച്ചുവിടുന്നതിന് വേണ്ടി എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ ആദ്യമായിട്ട് കോടതി ജോലി ചെയ്യുമ്പോൾ പിയുമായിട്ടാണ് ജോലി ചെയ്യുന്നത്. കോടതിയിലെ പിയു എന്ന് പറഞ്ഞാൽ ജഡ്ജിയുടെ പേഴ്സണൽ സ്റ്റാഫാണ്. അന്ന് കോടതി ചെല്ലുമ്പോൾ ഈ ഞാൻ കണ്ട ദർശനം യഥാർത്ഥത്തെ അനുഭവിക്കുന്ന അങ്ങനെയാണ്. ജഡ്ജിയുടെ വേഷം, കോടതിയിലെ ചേംബറും ലൈസും കോർട്ട് ഹാളും വാദിക്കും പ്രതിക്ക് നിൽക്കാനുള്ള സ്ഥലവും പ്രതിക്കൂടും സാക്ഷിക്കൂടും ഒക്കെ ഞാൻ കണ്ട ദർശനം അവിടെ വെച്ച് ഞാൻ അറിയുവാനിടയായി. അങ്ങനെ ജഡ്ജിയുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് കയറി രാവിലെ ഞാൻ ജോയിൻ ചെയ്യുന്നത് എന്നെ എടുത്ത ജഡ്ജി അദ്ദേഹം എനിക്ക് തൊട്ടടുത്ത് നിയമനം തരാതെ ശ്രീലാങ്കർക്ക് അങ്ങനെ കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അദ്ദേഹം എന്നെ മാവേലിക്കരയ്ക്ക് അടിച്ചത്. എന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 53 കിലോമീറ്ററോളം ദൂരം വരുന്ന സ്ഥലമാണ് മാവേലിക്കര. മാവേലിക്കര കോടതിയിൽ പോകണമെങ്കിൽ 2 ബസ് കയറണം. മാവേലിക്കര വെസ്റ്റാങ്കരേണ്ടി വീണ്ടും ഒരു ബസ് കയറി വേണം വീണ്ടും കൂടെ പോകുന്ന റൂട്ടിലാണ്. എന്നാൽ അദ്ദേഹത്തിന് ന്യായീകരണം അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്, അതുകൊണ്ട് എന്നെ അങ്ങോട്ടാക്കി. എന്നാൽ ജഡ്ജിക്ക് ചായ മേടിച്ചു കൊടുക്കണം, ചോറ് മേടിച്ചു കൊടുക്കണം, ജഡ്ജിയുടെ പെട്ടിയും കൊണ്ട് പോകണം, ജഡ്ജി വരുമ്പോൾ പോയി നിൽക്കണം, കൂട്ടിക്കൊണ്ട് വരണം, ജഡ്ജി പോകുമ്പോൾ പെട്ടി എടുത്തുകൊണ്ട് ജഡ്ജിയുടെ വാഹനത്തിൽ വെച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ജോലിയാണ് ഞാൻ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകൻ RSSകാരൻ എന്നെ ജോലി നിന്ന് പിരിച്ചുവിടാൻ വേണ്ടി അദ്ദേഹം ആദ്യം ചെയ്തൊരു പണി, അദ്ദേഹം ഒന്നും ഇന്ത്യക്ക് ഒരു ഹിന്ദു ഭക്തനായതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒന്നും ചോദിക്കത്തില്ല. അദ്ദേഹത്തിന്റെ കാര്യം നടക്കും. ഞാൻ തന്നെയാണ് പോയി റെസ്റ്റ് ഓഫീസിൽ നിന്ന് ജഡ്ജിയെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു ടൈമുണ്ട്, ആ ടൈം കണക്കൂട്ടി വരുന്ന ഒരു ബസ്സുണ്ട് ജഡ്ജിയുടെ വാദിക്കാൻ. ആ വീട്ടുപടിക്കൽ നിന്ന് വരുന്ന ബസ്സിൽ മുനിസിപ്പൽ കോടതിയിലാണ്. ജഡ്ജി വന്നിറങ്ങുമ്പോൾ പെട്ടിയായിട്ട് ഇറങ്ങുന്ന ആളുടെ നിന്ന് പെട്ടി മേടിച്ചോണ്ട് ഞാൻ പോയി. അപ്പൊ ബസ്സിന്റെ കളവിൽ ടൈം നോക്കിയാണ് നിന്ന് ഞാൻ ഈ പെട്ടി മേടിച്ചത്. അങ്ങനെ കൊണ്ടുവരും, വൈകിട്ട് ജഡ്ജിയെ കൊണ്ടാക്കും. ചിലപ്പോൾ വീട്ടിൽ 12 മണിക്കൊക്കെ രാത്രി വന്നിട്ടുണ്ട്. കാരണം എന്റെ കാഴ്ചയുള്ള ആള് കൂടെയുള്ള ആള് പോകും. ഞാൻ തന്നെ ജഡ്ജി ചിലപ്പോൾ 6 മണി 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് ജഡ്ജി ഇറങ്ങി വരുന്നു. അദ്ദേഹത്തെ കൊണ്ട് ചില മീറ്റിങ്ങിനൊക്കെ പോയിട്ട് വരുമ്പോൾ താമസിക്കും. ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്ന് കോടതിയിൽ നിന്ന് മാവേലിക്കര കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തേക്കുള്ള ബസ് കയറ്റി വിടും. അങ്ങനെ ഒത്തിരി ഇരുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചായ മേടിച്ചുകൊണ്ട് വരുമ്പോൾ, ചോറ് മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഒന്ന് കൊണ്ടാണ് എടുക്കുന്നത്. തട്ടി വീണിട്ട് ജോലി തന്നെ പറഞ്ഞിടാൻ വേണ്ടിയാണ് എന്നാൽ നീ അവിടെയും എന്നെ പരിപാലിച്ചു. എന്റെ സഹപ്രവർത്തകര് എന്നോടൊപ്പം ജോലി കയറിയവര് ഇന്ന് ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങളെ മാത്രമല്ല അയാളും കൂടി ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞ കാര്യമില്ല, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തോളാം. അയാൾ ചെയ്യുന്നില്ലെങ്കിൽ എന്തേ ജഡ്ജിയല്ലേ ജയിക്കേണ്ടത്, പക്ഷെ ജഡ്ജി ജയിക്കുന്നില്ലല്ലോ. അങ്ങനെ ആ ജോലി തുടരുമ്പോൾ തന്നെ അടുത്ത പ്രൊമോഷൻ പ്രോസസ് സെർവർ എന്ന് പറഞ്ഞ അപ്പൊ നോട്ടീസും സമൻസും ഒക്കെ ആയിട്ട് വീട്ടിൽ പോകണം.
ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെയുള്ള ഉണ്ട്, എന്റെ ഡ്യൂട്ടിയുണ്ട്. എന്നാൽ എനിക്ക് പ്രൊമോഷൻ വന്നപ്പോൾ എന്റെ ഈ സഹപ്രവർത്തകൻ 15 ദിവസത്തേക്ക് ലീവ് എടുത്ത് എന്നെ കൊണ്ട് തന്നെ ആ ജോലി ചെയ്യിക്കാം. ചില സഹപ്രവർത്തകരും എനിക്ക് വേണ്ടി അവിടെ ദൈവം പ്രവർത്തിച്ചു. അവരെ എനിക്ക് ഉടൻ തന്നെ എന്നെ കൊണ്ട് ആ ജഡ്ജിയെ കൊണ്ട് എന്നെ റിന്യൂ ചെയ്യിച്ചു. അവിടുന്ന് ഞാൻ വീണ്ടും വന്നു. പിന്നെയും പ്രൊമോഷൻ കിട്ടി, അച്ഛനായി, ആമീനായി, ക്ലർക്കായി. ഒരു പെൻഷനാണ്. അപ്പൊ ക്ലർക്കാവുമ്പോൾ എന്റെ ഒരു ഓഫീസർ, ജഡ്ജിയല്ല, ഒരു സൂപ്രണ്ട്, ഒരു ഹെഡ് ക്ലാർക്ക്, അവര് എന്റെ ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചുവിടാൻ വേണ്ടി ഇരിക്കുന്നത്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ജോലി ഇരിക്കുന്നുണ്ടായി. ഞാൻ അറ്റൻഡായിട്ട് ചെല്ലുമ്പോൾ അവിടെയും ജഡ്ജിയെ കൊണ്ട് എനിക്കെതിരെ, അന്നത്തെ ജഡ്ജിയെ കൊണ്ട് ഒരു എന്നവ ചോദ്യം ചെയ്യിക്കുന്ന രീതി വന്നു. പക്ഷെ അവിടെ ദൈവം പ്രവർത്തിച്ചു. എന്നാൽ എനിക്ക് ജോലിക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി ഒരുക്കിയ എന്റെ ആദ്യത്തെ എന്റെ സഹപ്രവർത്തകൻ, ഞാൻ അറിയാതെ തന്നെ അദ്ദേഹം എനിക്ക് വേണ്ടി ഒരുക്കിയ കെണി അദ്ദേഹത്തിന് കെണിയാണ്. കാരണം അദ്ദേഹത്തെ കൈക്കൂലി വാങ്ങിച്ചതിന്റെ പേരിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, ഇൻക്രിമെന്റ് വാറി ചെയ്തു. അങ്ങനെ അനുഭവം ഉണ്ടായി. അതുപോലെ എനിക്ക് പ്രൊമോഷൻ എന്നെ ജോലിയിൽ എടുക്കാതിരുന്ന ആ ജഡ്ജിയെ കൊണ്ട് തന്നെ എനിക്ക് പ്രൊമോഷൻ ലഭിച്ചിട്ടാണ്. അപ്പോൾ തന്നെ എന്നെ എടുക്കാതിരുന്ന ആദ്യത്തെ ജില്ലാ ജഡ്ജി ഹരിദാസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ജൂനിയർ 4 പേര് ഹൈക്കോടതിയിൽ ജഡ്ജിമാരായി നിയമനം കിട്ടിയപ്പോഴും ഇദ്ദേഹത്തിന് കിട്ടിയില്ല. ഒത്തിരി അദ്ദേഹം ശ്രമിച്ചു, രാഷ്ട്രീയ പാർട്ടികളെ പിടിച്ചു, പത്രങ്ങളെ കൊണ്ട് ലേഖനം അടിച്ച് വെള്ളാപ്പിള്ളയെ പിടിച്ചു, പക്ഷെ നടന്നില്ല. കാരണം ദൈവവചനത്തിൽ എങ്ങനെയാണ് തന്റെ ഭക്തന്മാരെ മറ്റുള്ളവർ തന്റെ കണ്ണിലെ കൃഷ്ണനെ പോലെയാണ് ഭക്തന്മാരെ കാട്ട്. ഭക്തന്മാർക്കൊരു ദോഷം വരാൻ ദൈവം അനുവദിക്കും. എന്റെ ജോലി നിഷേധിച്ച് ജഡ്ജിക്ക് പ്രൊമോഷൻ, എന്റെ ജോലി കളയാൻ വേണ്ടി ശ്രമിച്ച ആളിനെ സർവീസ് സസ്പെൻഷൻ, ഇൻക്രിമെന്റ് വാളി ചെയ്യുന്നു. പിന്നീടാണ് ഞാൻ ബ്ലോക്കായി വരുമ്പോൾ ഒരു സൂപ്രണ്ട്, അതിന് സൂപ്രണ്ട് മുസ്ലിമാണ്, എന്നെ സർവീസിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഒരെഴുത്തെഴുതി ജില്ലാ കോടതിക്ക്. എന്നാൽ അവിടെയും ദൈവം എനിക്ക് വേണ്ടി ജില്ലാ കോടതിയിൽ ആദ്യം ജഡ്ജി പോയി കഴിഞ്ഞ് വന്ന ഓഫീസർമാർക്ക് എനിക്ക് അനുകൂലമായി തീരുമാനിക്കുന്നില്ല. സാർ എന്ന് പറഞ്ഞ ആള് സാറായിരുന്നു ജില്ലാ കോടതി. അദ്ദേഹം പറഞ്ഞു, ഉണ്ണി എന്തിനാ വിഷമിക്കുന്നത്? ഉണ്ണിക്ക് ഹൈക്കോടതിയല്ലേ നിയമനം തന്നത്, ഇനി ഇവിടെ ആരെന്തെഴുതാൻ എന്താ? ഉണ്ണി വിഷമിക്കേണ്ട കാര്യമില്ല, ഞാനല്ലേ ഇവിടെ ജില്ലാ കോടതി ഇരിക്കുന്നത്. അവിടെ മുനിസിപ്പൽ കോടതിയിൽ നിന്ന് അവരെന്ത് വിധിക്കോട്ടെ, എന്റെ കയ്യിലല്ലേ അത് വരുന്നത്. ആഴ്ചയിലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഉണ്ണിക്ക് നിയമനം തന്നത്. അവിടെ ഉണ്ണി ഒരു ചുക്കവാനും ചെയ്യത്തില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ സൂപ്രണ്ട് പിന്നീട് മജിസ്ട്രേറ്റായി. അപ്പൊ അദ്ദേഹം ഒരു വലിയ മത വിശ്വാസിയും ഇസ്ലാം മത അടുത്ത ചിന്താഗതിക്കാരൻ. എന്നോട് ഒത്തിരി, ഞാന് ബൂത്തുമായിട്ടൊക്കെ കളക്ടറേറ്റ് ഇരിക്കുമ്പോഴും ആലപ്പുഴ കളക്ടറേറ്റിലാണ് ഗൾഫം ബൂത്ത് കണ്ടിരുന്നത്. അവിടെയും കോടതിയിലും ഒത്തിരി ഇസ്ലാം മത വിശ്വാസികൾ ശരിയായ വിശ്വാസം മുസ്ലിമാണ്, ഇസ്ലാമാണ്, അല്ലെങ്കിൽ മരണാനന്തരം നരകത്തിൽ കിടക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ ബൈബിൾ അടിസ്ഥാനത്തിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനോട് സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തുകൊണ്ട് ഈ ചില മുസ്ലിങ്ങളായിരിക്കുന്നവർ എനിക്കെതിരെ ജോലിക്കെതിരെ, അതുപോലെ RSSകാരെനിക്ക് വരും. ഒരിക്കലൊരാൾ എന്നോട് പറഞ്ഞു, ഒരു RSSകാരൻ സർപ്പപ്പുല്ലായാലും അത് കാലെ കൊണ്ട ചുവടെ വിഴുത് കളയണം. പറഞ്ഞ വാർത്ത സർപ്പപ്പുല്ല് പൂജയ്ക്ക് എടുക്കുന്നത് ഹിന്ദു വിശ്വാസം, പക്ഷെ അത് കാലെ കൊണ്ട ചുവടെ വിഴുത് കളയണം. യഥാർത്ഥം ഞാനൊരു
സുവിശേഷൻ എന്ന രീതിയിൽ വന്നപ്പോൾ, ഹിന്ദു രീതിയിൽ നിന്ന് സുവിശേഷനായി വന്നപ്പോൾ ഉന്മൂലനാശം ചെയ്യുന്നതിന് ഉന്മൂലനാശം ചെയ്യണമെന്നാണ്. മറ്റൊരു ആർഎസ്സുകാരൻ പറഞ്ഞു, ഉണ്ണിച്ചേട്ടൻ എങ്ങനെ ആയാൽ ഉണ്ണിച്ചേട്ടൻ ചിലപ്പോൾ ആരെങ്കിലും കത്തിക്കിരയാണ്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, ഒച്ചടയുന്നവർ എഴുതുന്നതിനേക്കാളും നല്ലത് ഗർജിക്കുന്ന സുഖത്തെ പോലെ ഒരു നിമിഷം ജീവിച്ചാൽ അത് മതി. ദൈവം അവിടെ ഒരു പ്രവൃത്തി ചെയ്തു. ഈ ചെറുപ്പക്കാരനായ ആർഎസ്എസ്കാരനെ ഒന്നുവരും പേർ 13-ാം അധ്യായത്തിൽ നിന്ന് അദ്ദേഹം ആ സ്നേഹത്തെ കുറിച്ചുള്ള വാചകങ്ങളാണ് ആ വർഷം ക്രിസ്മസിന് അദ്ദേഹം സന്ദേശം അയച്ചത്. എല്ലാവർക്കും രാജീവ് നായർ എന്നാണ് അദ്ദേഹത്തിന്റെ ക്രിസ്മസിന് സന്ദേശം അയച്ചത്. ഒരു ലേഖനം 1 അധ്യായം സ്നേഹത്തെ കുറിച്ച്. നമ്മുടെ ജീവിതത്തിൽ ജോലിക്കെതിരെ ശബ്ദം ഉയർത്തിയ ചില വ്യക്തികൾ പിൽക്കാലത്ത്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ആ കൂട്ടത്തിൽ അവരവരുടെ വിഷയങ്ങള് പരിഹരിക്കാൻ കഴിയാതെ, അവരുടെ ദേവന്മാരെ പരിഹരിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങൾ അവരുടെ കുടുംബത്തിനുണ്ടായപ്പോൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് വരുവാനിടയായി. ഇപ്പോഴും അതിൽ ചിലർ പ്രാർത്ഥിപ്പിക്കുന്നു. പറഞ്ഞതിന്റെ കാരണം നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. മറിയോട് പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായി വല്ലതും ഉണ്ടോ? എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ആ ദൈവം എനിക്ക് വേണ്ടി എന്റെ ജോലി എനിക്ക് തന്നു, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. ജോലി 26 വർഷം ചെയ്തു, പെൻഷനാവാനിടയായി. അങ്ങനെ ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിലുണ്ടായി. ഇതിനിടയിൽ 83-ൽ കോട്ടയത്ത് പഠിക്കാൻ ചെന്നപ്പോൾ ആ വർഷം തന്നെ ഒരു കാർ ആക്സിഡന്റ് എനിക്കുണ്ടായി. അന്ന് തലയ്ക്കാണ് വണ്ടി ഇടിച്ചത്. എന്നാൽ ദൈവം അവിടെ എന്നെ സംരക്ഷിച്ചു. മറ്റൊരവസരത്തിൽ ഹരിപ്പാട് കോളേജിൽ ജോലി കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാന് ഞങ്ങളുടെ സഭയുടെ കൺവെൻഷനോട് ബന്ധപ്പെട്ട് റോഡ് ക്രോസ് ചെയ്തപ്പോൾ വേഗം വന്ന് ചെറുപ്പാഞ്ഞു വന്ന് കാർ എന്നെ ഇടിച്ചു. എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. അന്ന് തൊട്ടടുത്തൊരു സമ്മേളനം നടക്കുന്നതുകൊണ്ട് ഒത്തിരി ആളുകൾ റോഡിലുണ്ടായിരുന്നു. കണ്ടു നിന്നവർ മുഖം പൊത്തിയവരുണ്ട്, വാപൊത്തിയവരും, മുഖം പൊത്തിയവരും, കണ്ണടച്ചവരും. ഇപ്പോൾ തകർന്നു പോകുമെന്ന് കരുതി. എന്നാൽ എങ്ങനെ ഞാൻ രക്ഷപ്പെട്ടെന്ന് എനിക്കും തന്നെ അറിയത്തില്ല. കാരണം ആ കാർ അപകടത്തിൽ ഒന്ന് ചിതറിപ്പോകേണ്ടതാണ്. ആ കാറിന്റെ ഫ്രണ്ടിൽ കൈ കുത്തിയതായിട്ട് മാത്രമേ എനിക്ക് അറിവുള്ളൂ. പിന്നീട് ഓരോ ഞാൻ നോക്കുമ്പോൾ കാറിന്റെ ഒരു സൈഡിൽ ഞാൻ നിൽക്കുകയാണ്. മറ്റൊരവസരത്തിൽ ഹരിപ്പാട് വെച്ച് പെൻഷൻ ആകുന്നതിന് മുൻപ് ഒരു ദിവസം ബസ്സിൽ നിന്ന് ഇറങ്ങിയ ബസ് തന്നെ സമയം പോയതുകൊണ്ട് ഞാൻ ഓടുകയാണ്. എനിക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട് സ്കൂളിന്റെ അടുത്ത്, ഹരിപ്പാട് ബോയ്സ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിൽ കൂടി. ആ ഗ്രൗണ്ടിൽ കൂടി ഓടാൻ വേണ്ടി ഹൈവേ കൂടി തന്നെ ഇറങ്ങിയ വണ്ടികൾ സൈഡിൽ കൂടി മാധവൻ ജംഗ്ഷനിൽ നിന്ന് ഫാസ്റ്റായിരുന്നു. എനിക്ക് പരിചയമുള്ള കണ്ടക്ടറായിട്ട് നിർത്തി തന്നു സ്റ്റോപ്പില്ലാത്തടത്ത്. അപ്പൊ പെട്ടെന്ന് ഒരു വണ്ടി എടുത്തു, എന്റെ വണ്ടി തട്ടി. ഞാൻ വണ്ടിയുടെ വീടിനടിയിൽ ബാക്ക് വീടിൽ അടിയിൽ കയറുമെന്ന് എല്ലാവരും കരുതി. വണ്ടി നിറങ്ങിയവരും വണ്ടിയിൽ ഇരുന്നവരും എല്ലാവരും അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. എന്നാൽ അവിടെയും ദൈവം എന്നെ രക്ഷിച്ചു. മറ്റൊരവസരത്തിൽ പെൻഷൻ ആകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഒരു വർഷം തന്നെ ഉണ്ടായ 3-4 അപകടങ്ങളാണ്. മറ്റൊന്ന്, ഒരു ദിവസം ഹരിപ്പാട് തന്നെ ജംഗ്ഷൻ വെച്ച് റോഡ് ക്ലോസ് ചെയ്യുമ്പോൾ യൂ ടേൺ എടുത്തു വന്ന ഒരു കാറ്
അവിടെ നിർത്തിയിട്ടിരിക്കുന്നതാണ് ഞാൻ ക്രോസ് ചെയ്യുന്നത്. പക്ഷെ ആ കാർ പെട്ടെന്ന് എന്നെ ഇടിക്കുവാനിടയായി. ഇനി അദ്ദേഹത്തിന് എന്തോ എന്റെയൊക്കെ സത്യപ്രമായിരിക്കും, എന്തായാലും ഇടിച്ചു വണ്ടിയുടെ ഫ്രണ്ടിൽ തെറിച്ചു വേണമെങ്കിലും ഒരു അപകടം പറ്റാതെ രക്ഷിച്ചു. അതുപോലെ ഞാൻ തേങ്ങ ഇടുന്ന കാര്യം പറഞ്ഞു, തെങ്ങിലൊക്കെ കയറി ഈ ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് ഒരിക്കൽ തേങ്ങ ഇട്ടുകൊണ്ടിരിക്കും. തേങ്ങ ഇടുമ്പോൾ തെങ്ങിന്റെ മണ്ടയ്ക്ക് കയറിയിട്ട് തേങ്ങ പിടിച്ച് കുലിച്ച് നോക്കും. താഴെ നിന്ന് തേങ്ങ നോക്കിയാൽ വിളഞ്ഞാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തേങ്ങ കുലിക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും തെങ്ങ് തന്നെയായിരുന്നു. ഒരിടത്തരം തെങ്ങ്, തൈത്തെങ്ങല്ല, ചിരിത്തെങ്ങുമല്ല, ഒരിടത്തരം തെങ്ങ്. നമ്മുടെ വിളവ് കൂടിയതുമല്ല കുറഞ്ഞതുമല്ല, ഇടത്തരം തെങ്ങ്. ഒരു 10-25 അടി പൊക്കമുണ്ട്. ആ തെങ്ങ് എന്റെ മണ്ടയ്ക്ക് ഒരു കയ്യിൽ അരിവാളം പിടിച്ചുകൊണ്ട് ഒരു കയ്യിൽ തേങ്ങ ഇങ്ങനെ കുലുക്കി നോക്കുമ്പോൾ ഇരുന്ന മടല് അടർന്നും നേരെ മലർന്നു. ഒരു കാര്യം ഓർക്കണം, ഒരു തെങ്ങിന്റെ ഒരു 4-5 മടല് ഉൾമടല്, പച്ച മടല് ഒരിക്കലും അടരാറില്ല. എന്നാൽ ആ മടൽ അടർന്നു താഴെ വീണ് നടുപിടിച്ചോ തലയിടിച്ചോ വീണ് മരിക്കേണ്ട എന്നെ അവിടെയും ദൈവം രക്ഷിച്ചു. മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പാമ്പിനെ കൈകൊണ്ട് പൊക്കിക്കൊണ്ടുവരുവാനാണ്. കാഴ്ചയുള്ളവര് പാമ്പാണെന്ന് വരുമ്പോഴാണ് വിട്ടേച്ചും മാറേണ്ടി വരും. അങ്ങനെ ഒത്തിരി അപകടങ്ങൾ, അനർത്ഥങ്ങൾ ജീവിതത്തിലുണ്ടായി. ഒരിക്കൽ കുഞ്ഞിനെ എന്നെ വെള്ളത്തിൽ വീണ് മരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അമ്മയൊക്കെ പറയുന്നത് ഒരു ആമ്പലിന്റെ പുറത്ത് തല മാത്രം വെള്ളത്തിൽ പൊങ്ങിയിരുന്നുള്ളത്. ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും ഒരു സാമ്രാജ്യത്തിനും ഒരു രാജ്യത്തിനും തകർക്കുവാൻ പറ്റത്തില്ല. വേദപുസ്തകത്തിൽ അങ്ങനെയാണല്ലോ കാണുന്നത്. ദൈവം നമ്മൾ കരുതിയാൽ ആ കരുതൽ വലുതാണ്. ഒരുപക്ഷെ നമുക്കറിയാൻ പറ്റത്തില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒത്തിരി അപകടങ്ങൾ, ഒത്തിരി അനർത്ഥങ്ങൾ, ഒത്തിരി പ്രതികൂലങ്ങൾ നേരിട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ എന്നെ താങ്ങി നിർത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇത്രത്തോളം നടത്തുവാൻ അങ്ങനെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി. പ്രവർത്തനം മുന്നോട്ട് ഈ സഭയുടെ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെയും വെല്ലുവിളി നേരിട്ടു. കാഴ്ചയില്ലാത്ത എന്റെ പ്രവർത്തനങ്ങൾക്ക് എന്റെ ഭാര്യയാണ് എന്റെ കൂടെ വരുന്നത്. സഭയിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ എന്റെ സഹപ്രവർത്തകരായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്ന കൂട്ടായ്മയിലെ ഒരു ദൈവദാസൻ ചോദിച്ചു, അവിടെ വരുന്ന ആരാധിക്കാമെന്ന് വിശ്വാസത്തോട് ചോദിച്ചു, എനിക്ക് കാഴ്ചയില്ലല്ലോ ഉണ്ണിസവനെ, എങ്ങനെയാ കാഴ്ചയില്ലാത്ത ആളെ സഭയെ ശുശ്രൂഷിക്കും? സഭയിലെ വിശ്വാസികൾ എന്തെങ്കിലും ചെയ്ത് അറിയൂ? ചോദ്യം ചോദിച്ചത്. മറ്റൊരു അവസരത്തിൽ എന്നോട് ചോദിച്ചു, 3 അമ്മമാര് വീട്ടിലുണ്ടല്ലോ, എന്റെ അമ്മയുണ്ടായിരുന്നു, എന്റെ ഭാര്യയുടെ അമ്മയുണ്ടായിരുന്നു, എന്റെ അമ്മയുടെ ജ്യേഷ്ഠതയുണ്ട്. ഈ അമ്മമാര് മരിച്ചാൽ എവിടെ കുഴിച്ചിടും? എന്നാൽ ദൈവം അവിടെയും എനിക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല. കൃഷ്ണദിവാസം വഴി ഇടികോണി എന്ന് പറയുന്ന അപ്പച്ചൻ വരുവാനിടയായി. അപ്പച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞപ്പോൾ അപ്പച്ചൻ സെല്ല് വാങ്ങുവാൻ അപ്പച്ചൻ പൈസ, ഈ പറഞ്ഞ ദൈവദാസൻ ഉൾപ്പെടെയുള്ളവര് അടക്കം ചെയ്യുന്ന അതേ സെല്ലിൽ ആലപ്പുഴ കടകോട് വലിയ അടുത്തുള്ള എന്തൊക്കെ സെമിത്തേരിയിൽ തന്നെ ഞങ്ങൾക്ക് അടക്കാനുള്ള വലിയ ദൈവം ഒരുക്കി. ദൈവം ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തത്തില്ല. ദൈവത്തിന്റെ വേലയാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ, ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നെങ്കിൽ, ചെയ്യുന്ന വേല ദൈവം മാനിക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചു. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ
PG ഇല്ലാത്തത് കൊണ്ട് സഭാ ശുശ്രൂഷ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തുവാനിടയായി. എന്നാൽ ആ സ്ഥാനത്തും ദൈവം എന്നെ മാനിച്ചു. ഇങ്ങനെയാണ് ദൈവ സന്നിധിയിൽ ഒത്തിരി പ്രതികൂലങ്ങൾ ദൈവവേദനയ്ക്കുണ്ടായി. PG ഇല്ലാത്തതുകൊണ്ട് സഭാ ശുശ്രൂഷ അംഗീകരിക്കില്ല എന്ന് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ സ്വന്തമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തരത്തിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ ദേവദാസൻ തന്നെയാണ് പലരോട് പല പ്രസ്ഥാനങ്ങളോട് ചോദിച്ച് എന്നാൽ അവസാനം ഷാരോണിൽ ചെല്ലുവാനും ഷാരോണിൽ ചേർന്ന് അവര് എന്നെ അവിടുത്തെ ഒരു ശുശ്രൂഷനായിട്ട് അംഗീകരിച്ചു. അങ്ങനെ 2018 ഷാരോണിൽ ഞാന് അംഗത്വമെടുക്കാൻ ഇടയായി. അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നു. അങ്ങനെ വെല്ലുവിളിയുടെ നടുവിൽ ദൈവത്തെ ഉയർത്തുവാൻ ദൈവം സഹായിച്ചു. ഒത്തിരി പ്രതികൂലം, ഒത്തിരി പ്രശ്നം ജീവിതത്തിലുണ്ടായി. ജോലിയിലും ജീവിതത്തിലും പ്രശ്നമുണ്ടായി. ശുശ്രൂഷാമുഖത്ത് പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോഴും വെല്ലുവിളികളുണ്ട്. സഭയിൽ വരുന്ന വിശ്വാസികളെ പല പ്രലോഭനങ്ങൾ കൊടുത്തു. ഇവിടെ നിന്നാൽ വിവാഹം നടക്കും, കാഴ്ചയില്ലാത്ത ആളല്ലേ മാസ്റ്റർ, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ സഭയെ കാണിച്ചാൽ മറ്റുള്ളവരെന്തെങ്കിലും ചെയ്താൽ കാണുവോ, അറിയുവോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ, ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ പണം തരാമെന്നുള്ള പ്രലോഭനം, അങ്ങനെ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ടും എന്റെ പ്രവർത്തനം ചെന്നിനെ പോകുന്നു. എന്നാൽ അവിടെയൊക്കെ ദൈവം എന്നെ ബലപ്പെടുത്തി നിർത്തുകയാണ്. ഇപ്പോഴും ചില വെല്ലുവിളികൾ ഉണ്ട്. എന്നാൽ എന്നെ അവിടെ നിർത്തുന്നത് ഒത്തിരി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പലർക്കും രോഗികൾക്ക് സൗഖ്യമായതും പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നതും ഒക്കെ ജീവനുള്ള ദൈവം ഉണ്ടെന്ന് അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ അവരോട് പറയാറുണ്ട്. എന്നോട് ഇങ്ങനെ പറഞ്ഞവരോട്, ഒരിക്കലും 2 വിശ്വാസികളെ ഒരു പാസ്റ്ററെ നിങ്ങളുടെ വിവാഹം നടക്കത്തില്ല, ഇവിടെ നിങ്ങൾ ബ്ലസ്സിംഗിയാണ്, നടക്കത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങള് ഇന്നലെ സമയം വരണം, IPC വരണമെന്ന് പറഞ്ഞു. എന്നാൽ അതിലൊരാൾ തിരിച്ചു വന്നു. 2 വർഷം കഴിഞ്ഞ് വളം തിരിഞ്ഞ് ജോലിയെല്ലാം ഇല്ലാതായപ്പോൾ തിരിച്ചു വന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ അവരോട് പറയാനുള്ളൊരു കാര്യം, വിശ്വാസമുണ്ട്, എനിക്ക് കാഴ്ചക്കുറവുണ്ടെങ്കിലും എന്നെയും നിങ്ങളെയും കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവത്തിന്റെ കണ്ണ് ആർക്കും മറച്ചു വയ്ക്കാൻ ഒക്കത്തില്ല. അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളത്, അവന്റെ മുൻപിലെല്ലാം നഗ്നവും മലർന്നതുമായിരിക്കുകയാണ്. ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിലെങ്ങും ഓടാടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമായിക്കും കാണുന്നുണ്ട്. തങ്കനേകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് യഹോവ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് തന്റെ കണ്ണ് ഭൂമിയിലെങ്ങും ഓടാടിക്കൊണ്ടിരിക്കും. ഞാൻ അവരോട് പറയും, എനിക്ക് കാഴ്ചക്കുറവുണ്ട്, പക്ഷെ നിങ്ങൾ സഭയിൽ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടില്ലെങ്കിലും ഞാൻ കാണുന്നില്ലെങ്കിലും എന്നെ നിങ്ങൾ കാണുന്ന ഒരു ദൈവമുണ്ട്, അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് കണക്കിടുന്നത്. എനിക്ക് പറയാനുള്ളത്, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. അവിടെ ഏതൊരു ആവശ്യവും ദൈവത്തോട് പറഞ്ഞാൽ, ഒരമ്മ മറന്നാലും മറക്കാത്ത ദൈവം, അപ്പൻ ഉപേക്ഷിച്ചു പോയാൽ ഉപേക്ഷിക്കാത്ത ദൈവം. ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ അപ്പനിൽ നിന്ന്, എന്നെ ജനിപ്പിച്ച അപ്പനിൽ നിന്ന് ഒരു ചില്ലിക്കാശ് എനിക്കുണ്ടായിട്ടില്ല. എന്റെ അമ്മയുടെ ആങ്ങള
അവരിൽ നിന്നും അന്ന് എന്റെ അമ്മയുടെ ആങ്ങളൊക്കെ ഞങ്ങളുടെ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ, പട്ടിണി അനുഭവിക്കുമ്പോൾ, ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാതെ വിഷമിക്കുമ്പോൾ അവർ ആയിരക്കണക്കിന് തേങ്ങ ഇട്ടു, നിലം കൃഷിയിൽ നെല്ല് കൊണ്ടുവന്നു സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഞങ്ങൾ വളരെ പട്ടിണിന്റെ അനുഭവിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് അങ്ങനെയുള്ളവർ എന്റെ അടുക്കൽ വരുവാനും എന്റെ അധ്വാനത്തിൽ നിന്ന് അവർക്ക് കൊടുക്കാനും ജീവൻ ഇതെല്ലാം ഞാൻ പഠിച്ചൊരു പാഠം. ആര് നിന്ദിക്കുന്നോ ആ നിന്ദിക്കുന്നവരുടെ സ്ഥാനത്ത് നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം പറയുന്നു, ശത്രുക്കൾക്കാകെ ഞാൻ നിനക്ക് വിരുന്നത് എന്നുകൊണ്ട് അഭിഷേകത്തെ ദൈവം കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം ഇന്ന് വരെ നടത്തുകയാണ്. ഇന്ന് വരെ നടത്തുകയാണ്. ഇന്ന് വരെ ലജ്ജിപ്പിക്കാൻ ഇട വരുത്തിയിട്ടില്ല. ലജ്ജിപ്പിക്കാത്തൊരു ദൈവം അപമാനിച്ചവൻ, ലജ്ജിപ്പിച്ചവൻ, എന്നോട് മത്സരിച്ചു പോയത് പിന്നീട് പലരും ഇന്നും എന്റെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു പറയും. അങ്ങനെ പേരിൽ ഒരാള് കല്യാണം നടക്കാൻ വേണ്ടി മാറിപ്പോയാണ്. എന്റെ ഭാര്യയുടെ പ്രസവത്തിന് വളരെ പ്രതികൂലം നേരിട്ടപ്പോൾ 2 ആഴ്ചയായിട്ട് ലേബർ റൂമിൽ കയറ്റിയിട്ട് പ്രസവിക്കാതെ വന്നപ്പോൾ അവിടെ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കണം. വളരെ പ്രതികൂലം. എന്റെ ഭാര്യയ്ക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, ലേബർ റൂമിൽ കയറ്റിയിട്ട് പ്രസവിക്കുന്നില്ല. പ്രാർത്ഥിക്കാം. ഞാൻ ജോലി സ്ഥലത്താണേലും ഒരു പ്രത്യേകതയുണ്ട്. ഞാന് കുറച്ചു നാളെ മേൽക്കുളയിലാണ് പഠിച്ചതെങ്കിലും എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഏത് സ്ഥാനത്തായാലും എവിടെയായാലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വാക്കിലെങ്കിലും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമുണ്ട്. ദൈവം മനുഷ്യനല്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ വാക്ക് എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. കെ ജോൺ എന്ന് പറഞ്ഞ കുമ്മനാട് ബൈബിൾ കോളേജിലെ ഒരു സാറാണ്. ഇന്ത്യ ബൈബിൾ കോളേജ് കുമ്മനാടിലെ ഒരു സാറാണ്. എന്നുള്ളത് എനിക്കറിയത്തില്ല. അദ്ദേഹം എനിക്ക് ക്ലാസ് പങ്കെടുക്കും. അതെന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സാറ് വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. പാരമ്പര്യമല്ല ക്രൈസ്തവജീവിതം, വിശ്വാസ ജീവിതം. അങ്ങനെ ഞാന് ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ ഈ സഹോദരൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ഭാര്യയ്ക്ക് പ്രാർത്ഥിച്ചു. സുഖമായി നടന്നു. അങ്ങനെ വെറുത്തുപോയ അദ്ദേഹത്തിന് വണ്ടിക്കൂലി പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് ദൈവം എന്റെ അടുക്കൽ എന്നെ വിളിപ്പിച്ചു. കൂടെ ജോലി ചെയ്യുന്ന ആളോട് 1500 രൂപ വാങ്ങി ഞാൻ അദ്ദേഹത്തിന് കൊടുക്കട്ടെ. കൊടുത്തത് കൊണ്ടല്ല പറഞ്ഞത്, നമ്മളെ ആര് നിന്ദിക്കുന്നു, ആര് നമ്മളെ വേദനിപ്പിക്കുന്നു, നമ്മളെ ആരും കണ്ടില്ലെങ്കിലും കാണുന്നൊരു ദൈവമുണ്ട്, നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട്, നമ്മെ മനസ്സിലാക്കുന്നൊരു ദൈവം. ലോകത്തിൽ ഒരു പക്ഷേ ആർക്കും നമ്മളെ മനസ്സിലായില്ലെന്ന് വരും, ആരും നമ്മളെ അറിയില്ലെന്ന് വരും, ആരും നമ്മളെ അംഗീകരിച്ചില്ലെന്ന് വരും. പ്രസ്ഥാനം അംഗീകരിച്ചില്ലെങ്കിലും, സംഘടന അംഗീകരിച്ചില്ലെങ്കിലും, സമുദായം അംഗീകരിച്ചില്ലെങ്കിലും, ഈ ലോകം തന്നെ നമ്മളെ അംഗീകരിച്ചില്ലെങ്കിലും, നമ്മളെ ജനിപ്പിച്ച മാതാപിതാക്കളോ കൂടെ ജനിച്ച സഹോദരങ്ങൾ നമ്മളെ അംഗീകരിച്ചില്ലെങ്കിലും, നമ്മുടെ കൂടെ നടക്കുന്ന കൂട്ടുകാർ നമ്മളെ അംഗീകരിച്ചില്ലെങ്കിലും, അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവം, നമ്മുടെ വേദന അറിയുന്ന ദൈവം. ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്റെ ജീവിതം ഇന്ന് വരെ ദൈവം അങ്ങനെ നോക്കുക. ദൈവസന്നിധി പിന്നീട് പരസ്യയോഗങ്ങൾ നേരത്തെ തന്നെ ജോലി കിട്ടിയാർന്നു മുതൽ ആഗ്രഹിച്ചു. ഒരു ഹാൻഡ് ബൈക്ക് മേടിച്ചു. 2 ബോക്സ് എടുത്തു. ഇതിനിടയിൽ ഒരു അച്ചായനും, ഡാളസിലുള്ള സമയമുള്ള ഒരു അച്ചായനും, വിജിറ്റി എന്ന അച്ചായനും ഒരു ചെറിയ ജനറേറ്റർ
1000 വാട്സിന്റെ ഒരു ജനറേറ്ററും ഒരു മിക്സറും മേടിച്ചു തരുവാൻ ഇടയായി. ഞങ്ങളുടെ പ്രവർത്തനത്തിന് കൂടുതൽ ഊർജം പകർന്നു. പരസ്യങ്ങളും അതുപോലെ മുറ്റത്ത് കൺവെൻഷനും ഒക്കെ നടത്തുവാൻ ദൈവം സഹായിച്ചു. ജോലിയോട് ബന്ധപ്പെട്ട് ഇരുന്നപ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു വാഹനം വാങ്ങി. ആ വാഹനം ഇതിൽ ഞങ്ങളുടെ പരിസരത്തിന് പോകുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുകയാണ്, അതിൽ ചെറിയ ഇപ്പൊ എന്റെ ഭാര്യ ഓടിക്കുന്നതുകൊണ്ട് വാങ്ങുന്നതാണ്. അത് മാറിയിട്ട് ഒരു എടുക്കണമെന്ന ആഗ്രഹത്തിലാണ്. അപ്പോൾ ഒരു പ്രശ്നം ഓടിക്കാനുള്ള ആളില്ലാത്തൊരു പ്രയാസമാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം, രക്ഷകരെല്ലാവരും പ്രാർത്ഥിക്കണം, ദേവദാസിയും കുടുംബവും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം. നമ്മള് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു, പരിശ്രമണം അവന്റെ സന്ദർശനമൊക്കെ. അപ്പം ഞാന് ആദ്യമായിട്ട് എനിക്ക് തീയെ കിട്ടിയ പൈസ കൊണ്ടാണ് ഒരു ഹാൻമൈക്ക് വാങ്ങിച്ചത്. അതിന് ഒരു ചരിത്രമുണ്ട്. ഒരു വലിയ സഭയിലെ ദൈവദാസനുണ്ട്. എന്റെ അവസ്ഥ പറഞ്ഞപ്പോൾ, കൃഷ്ണമാർ പറഞ്ഞപ്പോൾ വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ഒരു ഹാൻമൈക്ക് എനിക്ക് തന്നിട്ട് പറഞ്ഞത് സഭയുടെ തിരിച്ചു കൊണ്ടുതരാം. വലിയൊരു ചർച്ച ആത്മാക്കളോടതാണ്. പക്ഷെ എന്നോട് പറഞ്ഞ് ഇതുകൊണ്ട് തിരിച്ചു തരണം. അന്ന് എനിക്കതിൽ ഭയങ്കര വിഷമം തോന്നി. കാരണം ഇത്ര പൈസയും ഉള്ളത്, ഇത്ര വലിയ അറിയപ്പെടുന്ന ഒരാളാണ്. ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു ഹൃദയത്തിന്. ഒരു ഹാൻമൈക്ക് അന്ന് 2000 രൂപയാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ വർഷം തന്നെ ദൈവം എനിക്ക് ഫയലുകൾ കൊണ്ടുപോയി മറ്റു കോടതിയിൽ കൊടുക്കുന്നു. ആ ഫയല് കൊടുത്തതിന്റെ ഫലമായിട്ട് കിട്ടിയ, ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എനിക്കൊരു 4500 രൂപ വന്നു. എന്റെ ശമ്പളം ക്ലീനായിട്ട് തരുന്നുണ്ട്, വലിയ ശമ്പളമില്ല. എന്റെ കുടുംബം, എന്റെ ഭാര്യ അമ്മയുണ്ട്, ഒരു പെങ്ങളെ കിട്ടിയെങ്കിൽ അവരുടെ വീട്ടിലെ ചില കാര്യത്തിന് സഹായിക്കണം. സഭയുടെ പ്രവർത്തനങ്ങൾ, എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തേണ്ടതുണ്ട്. ചുരുക്കത്തിൽ 20 വർഷം ജോലി ചെയ്തെങ്കിലും ഇന്ന് ഞാനൊരു നല്ല വീട് വെച്ചിട്ടില്ല. എനിക്ക് കിട്ടിയ വരുമാനത്തിൽ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയുണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടി, സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ജോലി കിട്ടിയ അന്ന് മുതൽ 10-50 പിള്ളേരി കുറയാതെ പഠനോപകരണങ്ങൾ, ബാഗ്, നോട്ട്ബുക്ക്, കൊട, അതുപോലെ ഡ്രസ്, അവർക്ക് ഈ 50 കുറയാതെ കുട്ടികൾക്ക്, വിശ്വാസികളും അവിശ്വാസികളുമായ ഞങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിലുണ്ട്. അതുപോലെ കാഴ്ചയില്ലാത്തവർക്ക് അവരുടെ കുട്ടികൾക്കാണ് കൂടുതലും മുൻതൂക്കം. അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട്. അതിൽ ചെറിയ സഹായങ്ങൾ കൃഷ്ണമാർ ദേവാസം ചെയ്തു. പിന്നീട് എന്റെ ജോലിയുടെ വരുമാനമാണ്. കൃത്യമായിട്ടും 6 മാസം കൂടുമ്പോൾ ഞാൻ PF എടുക്കുമായിരുന്നു. കാരണം കൺവെൻഷൻ നടത്തുവാൻ എല്ലാ വർഷവും സ്ഥലം കിട്ടാതെ വന്നപ്പോഴാണ് കൺവെൻഷൻ നടത്തിയത്. എല്ലാ വർഷവും കൺവെൻഷൻ നടത്തും. ആ കൺവെൻഷൻ വളരെ ചുരുക്കം, ആരോടും പിരിവൊന്നുമില്ല. ആരെങ്കിലും സ്നേഹതയാണ് തന്നാൽ മാത്രം, ഇല്ലെങ്കിൽ എന്റെ ജോലിയുടെ വരുമാനമാണ്. കാരണം കൃത്യമായിട്ട് 6 മാസം കൂടുമ്പോൾ PF-ന് ഗവൺമെന്റിന്റെ ലോൺ എടുക്കും. അപ്പൊ പിരിഞ്ഞപ്പോൾ പ്രൊബ്ലങ്ങളൊന്നുമില്ല. അങ്ങനെ ഓരോ കാര്യവും ഇപ്പോൾ പെൻഷനായി കഴിഞ്ഞാണ്. അതൊരു ചെറിയ കണ്ടീഷൻ്റെ ആയിരുന്നു. അതിന് പൊക്കം കൂട്ടി, ചൂട് കൊണ്ടിരിക്കാൻ മേലാണ്. ഇപ്പൊ പൊക്കം കൂട്ടി ഒരു 5 ലക്ഷം രൂപ കൂടി നമ്മളെ മുടക്കി. കാരണം ആളുകൾ പൊക്കം കൂട്ടി ടിൻഷീറ്റാണ്. സ്ഥലത്തിന് വിഷമമുള്ളത് വിലപിച്ചിട്ടില്ല. അപ്പോൾ ഒരു സ്വന്തമായിട്ട് സ്ഥലമില്ല. ശരിക്കും പറഞ്ഞപ്പോൾ കുടുംബ സ്ഥലത്താണ്. അവിടെയും ഒരു സംഭവമുണ്ട്. 1914 എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ മാമന്റെ മകൻ എന്റെ അടിവയറിന് കിഡ്നിയും പെരിറ്റോണിയവും വൻകുടലും ഇരിക്കുന്ന ഭാഗത്ത് അടിവയറിന് കുത്തിയതാണ് 2014. ഞാൻ പറയാൻ വിട്ടുപോയി. 2014 എന്നെ കുത്തി കൊല്ലാൻ വേണ്ടി നിന്റെ ഒരു പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞ് കുടുംബസ്ഥലമാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് ആ സ്ഥലത്ത് തന്നെയാണ് മാമന്റെ മക്കളെ താമസിക്കുന്നത്. മാമൻ മരിച്ചു. അതിൽ മൂത്ത മകനാണ് എന്നെ കുത്തുന്നത്. കുത്തി തിരികെയാണ് വാരി കുന്തമുണ്ടാക്കി അതിന്റെ അറ്റത്ത് മൂർച്ചകൾ എന്തോ സാധനം വെച്ചിട്ട് കുത്തി തിരികെയാണ്. ഞാനൊരു വീട്ടിൽ പോകാൻ വേണ്ടി, ഒരു മരിപ്പിന്, എന്റെ കൂട്ടുകാരന്റെ മരിപ്പിന് പോകാൻ, കൂട്ടുകാരന്റെ അമ്മ മരിച്ചതിന് പോകാൻ തിരിക്കുന്നത്. എന്റെ കൂടെയുള്ള ഒരു വിശ്വാസി അവന്റെ അടുത്തുള്ള ഒരാളുകൾ പ്രാർത്ഥിക്കാൻ പോകും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിന്റെ ഒരു പ്രാർത്ഥനക്കാരൻ നല്ലയാളാണെന്ന് ചോദിച്ചുകൊണ്ടാണ് കുത്തി തിരികുകയാണ്. അവിടെ
ഞാൻ മരുന്ന് കഴിക്കാതിരുന്നപ്പോൾ ഞാൻ ആശുപത്രി പോകാതിരിക്കുന്ന ആളായിരുന്നു. എന്നാൽ എന്റെ കൂടെ പഠിച്ചൊരു 7ാം ക്ലാസ് വരെ പഠിച്ചൊരു കുട്ടിയുടെ ആങ്ങള അദ്ദേഹം വന്നിച്ച് പറഞ്ഞ് RSSകാരനാണ്, ആശുപത്രി പോയിരിക്കാൻ പറ്റത്തില്ല ഉള്ളേ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി തന്നെ വണ്ടി വിളിച്ച് 2014 എന്നെ ആശുപത്രിയിലാക്കി. 5 ദിവസം മെഡിക്കൽ കോളേജ് കിടന്നു. അവിടുത്തെ സർജനായ മെയിൻ സർജൻ മോഹൻദാസ് എന്ന് പറയുന്ന ഡോക്ടർ കരുതാപ്പള്ളിക്കാരൻ പറഞ്ഞത് താൻ ഭാഗ്യമുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഒരു മണൽത്തരിയുടെ വ്യത്യാസത്തിനാണ് താൻ മരിക്കാതിരുന്നത്. അല്ലെങ്കിൽ താൻ മരിച്ചില്ലെങ്കിലും താൻ കിടപ്പിലാകേണ്ടതാണ്. അതുകൂടനും ചെറുകൂടനും തന്റെ കിഡ്നിയും ഒക്കെ മുറിഞ്ഞു പോകേണ്ടതാണ്. അങ്ങനെയും എന്റെ ശത്രു തകർക്കാൻ നോക്കി. അങ്ങനെ എല്ലാ വിധത്തിലും എങ്ങനെ ഉരുട്ടിയിട്ട് കൊല്ലാൻ നോക്കി. പാമ്പ് വെച്ച് ചാകേണ്ട സാഹചര്യം ഉണ്ടായി. അത് പറ്റാതെ വന്നപ്പോ വണ്ടി ഇടിച്ചു വന്ന് വിളിച്ച് കുത്തിക്കൊല്ലാനാണ്. എന്നാൽ അവിടെയൊക്കെ ദൈവം എന്നെ ആ ദൈവത്തിന്റെ കാര്യം നമ്മെ അങ്ങനെ ദൈവം ഇന്ന് പറഞ്ഞല്ലോ. ഒത്തിരി പ്രതികൂലം, ഒത്തിരി പ്രശ്നമുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും പ്രശ്നമുണ്ട്. ഈ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് എന്റെ പെങ്ങളുടെ മകൻ അല്പം പ്രയാസമുള്ള കുട്ടിയാണ് മാനസികമായിട്ട്. അപ്പോൾ തന്നെ പല പ്രാവശ്യം അതിൽ കൂടി എന്നെ തലക്കിട്ട് ഒത്തിരി അടിച്ചു. ലഹരി ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ടാണ് ഒത്തിരി അടിച്ചു. ലഹരി ഉപയോഗിച്ച് ചോദ്യം ചെയ്തതാണ് കാര്യം, വലിച്ചത് ചോദ്യം ചെയ്തതാണ് കാര്യം. തലക്കിട്ട് 2 കൈയും കൊണ്ട് ഒത്തിരി അടിച്ചു, വലിച്ച് നിലത്തിട്ട് ചവിട്ടി. അങ്ങനെ ഒത്തിരി പ്രശ്നമാണ് ഉണ്ടായിട്ട്. പക്ഷെ അവിടെയൊക്കെ ദൈവം രക്തമുണ്ടാക്കി കുത്തിപ്പിടിച്ചു. അങ്ങനെ പല വിധത്തിൽ ഒത്തിരി ശത്രുവിന്റെ പോരുകളുണ്ടെങ്കിലും ഇന്നും ദൈവം നിർത്തുക, ഇന്നും ദൈവം നിർത്തുന്നു. ഞാൻ പറഞ്ഞു, ആരൊക്കെ ഏതൊക്കെ ചോദ്യം ചോദിച്ചാൽ അങ്ങനെയൊക്കെ ദൈവമാണ്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പ്രവർത്തനങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്. നമ്മുടെ സഭയിലുള്ള വിശ്വാസികള് ഞാൻ പറഞ്ഞല്ലോ, പലരും പല കാര്യം പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. ദൈവം പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാവരും നമുക്ക് ഏത് വിഷയത്തിൽ ദൈവമാണ് നമ്മുടെ ദൈവം കഴിവുള്ളവരാണ്. മറുപടി തരാൻ നമ്മുടെ ദൈവം കഴിവുള്ളവരാണ്. അസാധ്യമാണ് സാധ്യം. ഏത് വിഷയമാണ്, കടഭാരമോ, വിവാഹത്തിന്റെ വിഷയമോ, ജോലിയുടെ കാര്യമോ, മക്കളുടെ കാര്യങ്ങളോ, തലമുറയിലെ ഏത് വിഷയത്തിനും ദൈവത്തിന് മറുപടി തരാൻ കഴിയും. ദൈവത്തിന് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്താൽ ദൈവം നമ്മളെ സംരക്ഷിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ. ഓക്കെ. കർത്താവിന്റെ ദാസനെ ഒരുപാട് 100 കൂട്ടം അനുഭവങ്ങളിലൂടെ കർത്താവ് നടത്തിയതാണല്ലോ കേട്ടത്. ഹല്ലേലൂയ. കർത്താവ് പിന്നെയും ദൈവത്തിന്റെ ദാസനെ ബലപ്പെടുത്തിട്ട് 80% കാഴ്ചയില്ലെങ്കിലും കർത്താവ് ഉപയോഗിക്കുന്ന വിധങ്ങള് വലുതാണ്, കർത്താവ് നടത്തുന്ന വിധങ്ങള് വലുതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ആരെയും ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കർത്താവിന്റെ ദാസൻ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ദേവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ മാധ്യമത്തിലൂടെ ദൈവങ്ങളെ അവസരം ഒരുക്കിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ചാനലിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ദൈവദാസിയെയും കുടുംബത്തെയും ദൈവമേ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേർക്ക് ഈ ചാനലിലൂടെ പ്രയോജനപ്പെടുവാൻ ദൈവ ചാനലിനെ ഉപയോഗിക്കണം. കർത്താവേ, ദൈവദാസിയെയും കുടുംബത്തെയും ആത്മീയമായി ഭൗതികമായി ദൈവം അനുഗ്രഹിക്കണം. പ്രവർത്തനങ്ങൾക്ക് ഇനി നേതൃത്വം കൊടുക്കുവാൻ അനേക ദൈവ മക്കൾ, ദൈവദാസന്മാർ, ദൈവദാസിമാർ കടന്നു വന്ന്
കർത്താവേ തങ്ങളുടെ അനുഭവങ്ങൾ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുവാൻ അത് ഈ ചാനലിൽ കാണുന്ന പ്രേക്ഷകരായിരിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായി മാറുവാൻ ദൈവം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവദാസിയെയും കുടുംബത്തെയും ദൈവം ശക്തമായി കരങ്ങൾ ഉപയോഗിക്കണമേ. തലമുറകളെ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ, പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവേ എല്ലാ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കണം. പ്രേക്ഷകരെ അവരുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടെ സഹായിക്കണം. കർത്താവേ നിങ്ങളുടെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ വലിയവനായ ദൈവത്തിൽ നിന്ന് വലിയവ പ്രതീക്ഷിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ദൈവം വൻ കാര്യങ്ങൾ ചെയ്യണം. കർത്താവേ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കേൾക്കണം. ഇങ്ങനെ അവസരം ദൈവം തന്നല്ലോ എന്നതിനായി സാക്ഷ്യം ദൈവർക്ക് പ്രയോജനപ്പെടുവാൻ ദൈവം കൃപ ചെയ്യണം. ദൈവത്തിന്റെ നാമം മഹിമപ്പെടണം. ആ മഹത്വം അങ്ങെടുക്കണം. എത്രത്തോളം സമയം തന്നതിന് എല്ലാ നന്മയ്ക്കായി ദൈവത്തിന് വലിയ പ്രവർത്തനം. അതിനുശേഷം ഇതിന് വരാൻ സർവമഹത്വം എടുക്കണം. അതിനെ സഹായിച്ച ഈ വീഡിയോ ഈ ഗൂഗിൾ മീറ്റിംഗിൽ അത് കർത്താവെ സെറ്റ് ചെയ്ത് തന്ന ദേവദാസൻ സജേഷ് വാസിനെയും കുടുംബമായി ദൈവം അനുഗ്രഹിക്കണം. കർത്താവെ പേര് ചാനലിലേക്ക് നിർദ്ദേശിച്ച ദേവദാസനെയും കുടുംബമായി എന്റെ പ്രവർത്തനം തന്നെ അനുഗ്രഹിക്കണം. എല്ലാ വിഷയത്തിനും പ്രചരിക്കണം. ഈ ഭവനം അതിനു വേണ്ടി ഒരുക്കി തന്നല്ലോ. ഈ ഭവനത്തിലുള്ളവരെയും ഈ വൈഫിനെയും എനിക്ക് കരണ്ട് വെള്ളം ഉപയോഗിക്കാൻ ഈ വീട് ഇങ്ങനെ ഒരുക്കി തന്നു. ഈ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണം. നാമമഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. സ്തോത്രം. ഞാൻ എന്റെ വീട്ടിലല്ല, വേറെ വീട്ടിലാണ് നിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. കർത്താവ് സഹായിക്കട്ടെ.